റംബാച്ചന്മാരെ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, കർത്തൃനാമത്തിൽ നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ 109-ാം ഓർമ്മ പെരുന്നാളിൽ ഈ കഴിഞ്ഞ 10 ദിവസമായി നാനാജാതി മതസ്ഥർ പങ്കെടുത്തുകൊണ്ട് ഈ പുണ്യഭൂമിയിലേക്ക് കാൽനടയായും പദയാത്രയായും വാഹനങ്ങളിലൊക്കെയും ലക്ഷക്കണക്കിന് ആളുകളെ കടന്നു വന്ന് അനുഗ്രഹം പ്രാപിച്ചിരിക്കുകയാണ്. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വളരെ ക്ലേശങ്ങൾ സഹിച്ച് ദൈവസന്നിധിയിൽ പരിശുദ്ധൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുമ്പോൾ ലഭിച്ച കൃപകളെ വീണ്ടും നന്ദിയോടെ ഓർക്കുന്നതിനും സ്തോത്രം അർപ്പിക്കുന്നതിനും ദൈവം നമുക്ക് അവസരം തരികയാണ്. ഈ സമയത്ത് ഒരു ധ്യാനം എടുക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല. കഴിഞ്ഞ മാസവും പലപ്പോഴും എന്നെ കേട്ടിട്ടുള്ള അനേകർ ഇവിടെ ഇരിപ്പുണ്ട് എന്നെനിക്കറിയാം. ദൈവവചനത്തിന് മാറ്റമില്ല. മാറുന്ന ലോകത്തിൽ മാറ്റമില്ലാത്ത ദൈവവചനം നമ്മെ മാറ്റണം. നമുക്ക് രൂപാന്തരം ഉണ്ടാകണം. നമ്മുടെ വ്യക്തി ജീവിതത്തിന് പുതിയ അനുഭവങ്ങളുണ്ടാകണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ധ്യാനത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ഇവിടെ കടന്നു വന്ന ഓരോ വ്യക്തികൾക്കും വ്യക്തിപരമായ പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്, ചിന്തകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, അഭിലാഷങ്ങളുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിൽ കൂടെ നമ്മതാണ് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥയിൽ കൂടെയും നാം ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. 116-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകും. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകും. തൻ്റെ ഭക്തന്മാരുടെ പ്രാർത്ഥനയെ യഹോവ ചെവി ചായ്ച്ച് കേൾക്കുന്നു. തൻ്റെ നീതിമാന്മാരുടെ പ്രാർത്ഥനകളെ കേൾക്കുവാനായി ശ്രദ്ധയോടുകൂടെ കാത്തിരിക്കുന്നൊരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ നാം ആർജിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അതൊക്കെയും ദൈവത്തിൻ്റെ ദാനമാണ്. നാം ഒന്നും കൊണ്ടുവന്നില്ല, ഒന്നും കൊണ്ടുപോകുന്നുമില്ല. എന്നാൽ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം ഏതു വിധത്തിൽ ആയിരിക്കുന്നുവോ അതിനനുസരിച്ച് അവനവൻ ചെയ്തത് നല്ലതാകലും തീയതാകലും ആയതിന് തക്കവണ്ണമുള്ളതായ പ്രതിഫലം ആണ് ദൈവം തരുന്നത്. നമുക്ക് ഈ സമയത്ത് ആമുഖമായി 34-ാം സങ്കീർത്തനം ഒന്ന് വായിക്കാം.
അത് വളരെ ശ്രദ്ധയോടുകൂടെ നാം വായിക്കുമ്പോൾ വേദപുസ്തകമുള്ളവർ എടുത്താൽ നല്ലതാണ്. 34-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം വരും. എല്ലാവരും ശ്രദ്ധയോടുകൂടെ ഇരിക്കണം. ഇടയ്ക്ക് എഴുന്നേറ്റ് പോകാതിരിക്കുന്നത് നല്ലതായിരിക്കും. ഈ ധ്യാനം ഉച്ച നമസ്കാരം വരെയും നീളും. കൃത്യം 12 ആകുമ്പോൾ അവസാനിക്കും. പിന്നീട് ഉച്ച നമസ്കാരവും പരിശുദ്ധ പരിമല തിരുമേനിയുള്ളതായ മധ്യസ്ഥ പ്രാർത്ഥനയും ആശീർവാദത്തോടുകൂടെ നമ്മുടെ ധ്യാനം സമാപിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കഴിയുന്നിടത്തോളം ആളുകൾ പ്രാർത്ഥനയോട് ശ്രദ്ധയോടുകൂടെ ഇരിക്കുക. 34-ാം സങ്കീർത്തനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ആ 10 വാക്യങ്ങളും ഒന്ന് ചൊല്ലിത്തരാം. നിങ്ങൾ വെറുതെ ഇരിക്കാതെ എല്ലാവരും ചേർന്ന്, വേദപുസ്തകമുള്ളവർ അതിൽ നോക്കി ചൊല്ലുക, ഇല്ലാത്തവർ ഞാൻ ചൊല്ലിത്തരുന്നത് ഏറ്റുമില്ല. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. കുറച്ചുകൂടെ ഉറക്കെ പറയാം. അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ. നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവീൻ. അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഇതാണ് 10 വാക്യങ്ങൾ. ഓരോ വാക്യങ്ങളും നമ്മൾ ധ്യാനിക്കേണ്ട വാക്യങ്ങളാണ്. ഓരോ വാക്യങ്ങളും തൻ്റെ ഭക്തന്മാരുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ചുറ്റും നിൽക്കുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പറയുകയാണ്, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവൻ അബീമേലെക്കിൻ്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനമാണ്. ദൈവവചനത്തിൽ സങ്കീർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് സാംസാണ്. അത് ദൈവത്തിന് കീർത്തനം ചെയ്യുന്നതാണ്. എത്ര സങ്കീർത്തനമുണ്ട് അറിയാമല്ലേ? 150 സങ്കീർത്തനങ്ങളുണ്ട്. അതെല്ലാം ദാവീദിൻ്റെ അല്ല, ആസാഫിൻ്റെ ഉണ്ട്, മോശയുടെയുണ്ട്. അങ്ങനെ പലരെഴുതിയിട്ടുള്ള സങ്കീർത്തനങ്ങളാണ്. ഇത് ദാവീദിൻ്റെ മനോഹരമായൊരു സങ്കീർത്തനമാണ്. നമ്മൾ ധ്യാനത്തിന് ആമുഖമായിട്ട് ഞാൻ വായിച്ചത്. അവിടെ പറയുകയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. എൻ്റെ ജീവിതത്തിൽ സുഖമായാലും ദുഃഖമായാലും പ്രശ്നമായാലും പ്രതിസന്ധിയായാലും സന്തോഷമായാലും സന്താപമായാലും ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. യാഹ്വേ എന്ന് പറയുന്നത് ആദിയിലെ സൃഷ്ടികർത്താവായ പിതാവാം ദൈവം. അതൊരു ഹീബ്രു വേർഡാണ്. ദൈവത്തിന് കൊടുത്തിരിക്കുന്നൊരു നാമമാണ്. ബഹുമാനത്തോടുകൂടി പറയുന്നൊരു വാക്കാണ്. അത് ദൈവത്തിന്, യഹോവയായ ദൈവത്തിന് മാത്രം സ്തുതി അർപ്പിക്കുവാൻ അർഹതയുള്ള നാമമാണ്. എല്ലാ നാമത്തിലും മേലായ നാമം.
അവിടെ യഹോവയെ ഞാൻ എല്ലാ കാലത്തും എന്താ പറയുന്നത്, വാഴ്ത്തും. നമുക്ക് സാധിക്കുമോ? സന്തോഷം വരികയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ സങ്കീർത്തനം പാടും, അല്ലേ? യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളിൽ ആരെങ്കിലും സന്തോഷിക്കുന്നെങ്കിൽ സങ്കീർത്തനം പാടും. ഇവിടെ യഹോവയെ എല്ലാ കാലത്തും നമ്മുടെ ജീവിതത്തിൽ പ്രയാസഘട്ടങ്ങളിലും സന്തോഷകാലങ്ങളിലും. അതുകൊണ്ടാണ് ഫിലിപ്പ് ലേഖനം 4:13 വായിച്ച്. ഫിലിപ്പ് ലേഖനം 4:13 പറയുന്നുണ്ട്, ഞാൻ സമൃദ്ധിയിലിരിപ്പാനും പട്ടിണിയിലിരിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു, അല്ലേ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ഹു ഈസ് സ്ട്രെങ്തനിങ് മീ. എനിക്കെല്ലാം ചെയ്യുവാൻ സാധിക്കും എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവ മുഖാന്തരം. പൗലോസ് പറയുന്നുണ്ട്, ഫിലിപ്പ് ലേഖനം കാരാഗ്രഹ ലേഖനങ്ങളിൽപ്പെട്ടതാണ്, കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതുന്നതാണ്. AD 65 റോമിലെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഫിലിപ്പിയിലെ വിശ്വാസികളെ ഉറപ്പിക്കുന്ന ലേഖനമാണ്. അവിടെ പറയുന്നു, ഞാൻ സമൃദ്ധിയിലിരിപ്പാൻ ശീലിച്ചിട്ടുണ്ട്, പട്ടിണിയിലിരിപ്പാൻ ശീലിച്ചിട്ടുണ്ട്, പലതരങ്ങളിലുള്ളതായ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുവാൻ സാധിക്കുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. പുതിയ ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്, എന്നെ ശക്തനാക്കുന്ന ദൈവമുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ഏതായിരുന്നാലും എല്ലാ കാലത്തും നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ പലപ്പോഴും ദൈവാശ്രയത്തെക്കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ കണ്ടെത്തുവാൻ സാധിക്കുന്നൊരു ഉത്തരം, എപ്പോഴാണ് മനുഷ്യൻ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുന്നത്? ഞാൻ ഓർക്കുന്നുണ്ട്, കുവൈറ്റ് യുദ്ധം വന്ന കാലഘട്ടത്തിൽ സകലതും നഷ്ടപ്പെട്ടു. അവിടെ നിന്ന് അനേകർ പലായനം ചെയ്തു. ഒരു തരത്തിലും കടന്നു വരുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പരുമലയിൽ വന്ന് പ്രാർത്ഥിച്ചൊരു കാലഘട്ടം മുമ്പുണ്ടായിരുന്നതിൽ ഏറ്റവും കൂടുതൽ കുവൈറ്റ് യുദ്ധകാലഘട്ടമാണ്. അന്ന് പ്രയാസം വന്നപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കും, ദൈവത്തോട് കൂടുതൽ അടുത്തു, ഒരുപാട് പ്രാർത്ഥിച്ചു, കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഉറ്റവരും ഉടയവരും വിദേശത്തായിരിക്കുമ്പോൾ അവരെ തിരിച്ച് ജീവനോടെങ്കിലും കിട്ടിയാൽ മതി എന്ന് ചിന്തിച്ചൊരു കാലഘട്ടം ഇപ്പോഴതൊക്കെ മറന്നുപോയിട്ടുണ്ട്. പ്രയാസങ്ങൾ വരുമ്പോഴാണ് നാം കൂടുതൽ ദൈവത്തോട് അടുക്കുന്നത്. എന്നാൽ പ്രയാസങ്ങളിൽ നിന്നൊക്കെ മാറിക്കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ അത്രമാത്രം ദൈവത്തോട് അടുക്കുകയില്ല. പിന്നീട് നമ്മൾ ജയം കിട്ടിയാൽ ജയിച്ചത് എൻ്റെ കഴിവ്, വീട് കിട്ടിയാൽ വീട് നിർമ്മിച്ചത് ഞാൻ, വസ്തു വാങ്ങിയാൽ വാങ്ങിച്ചത് ഞാൻ, മക്കളെ കിട്ടിയാൽ അതെൻ്റെ കഴിവ്. ഇങ്ങനെയുള്ള ഒരു സ്വാർത്ഥപരമായ ചിന്തയിലേക്ക് മനുഷ്യൻ കടന്നു വരും. അപ്പോൾ ദൈവത്തെ തള്ളിപ്പറയുന്ന, മാറ്റിപ്പറയുന്ന, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം പലപ്പോഴും ആ സമയത്ത് മാറ്റിവെക്കും. സമൃദ്ധി കിട്ടിക്കഴിയുമ്പോൾ പിന്നീട് എല്ലാം നമ്മുടെ കഴിവാണ്. നമ്മൾ സാധാരണ ചൊല്ലുണ്ട്, പാലം കടക്കുവോളോ നാരായണ നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ. അതുകൊണ്ട് ദൈവ ആശ്രയം എന്ന് പറയുന്നത്, ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും, എവരി ടൈം, എപ്പോഴും ഞാൻ ദൈവത്തെ വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ. ദൈവത്തിന് സ്തുതി അർപ്പിക്കണം, ദൈവത്തിന് സ്തുതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഹാലൽ എന്ന് പറഞ്ഞാൽ സ്തുതിയാണ്, എബ്രായ വാക്കാണ്. ദൈവമല്ലാതെ, യഹോവയായ ദൈവമല്ലാതെ വേറൊരാളും സ്തുതിക്ക് യോഗ്യനല്ല. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുക. നമ്മൾ ഒറ്റ വാക്കിൽ പറയുമ്പോൾ ദൈവത്തിന് സ്തുതി എന്ന് മാത്രമല്ല, അതിന് ഒരു അർത്ഥം കൊടുത്തിരിക്കുന്നത്, ആ എബ്രായ വാക്കിൻ്റെ അർത്ഥം ദൈവം മാത്രം സ്തുതിക്ക് യോഗ്യനാകുന്നു. മറ്റാളുകളുടെ സ്തുതികളിലൊക്കെ നമുക്ക് പലപ്പോഴും അതൊരു താൽക്കാലിക കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം പലപ്പോഴും സ്തുതിപാഠകർ കാണും. അവരൊക്കെ കുറേ കഴിയുമ്പോൾ ഇട്ടേച്ചു പോകും. എന്നാൽ ഇട്ടേച്ചു പോകാത്ത ഒരാൾ യഹോവയായ ദൈവമാണ്. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ. നമ്മൾ ദൈവത്തിന് സ്തുതി അർപ്പിക്കണം. പ്രയാസമായാലും സന്തോഷമായാലും എൻ്റെ ദൈവം അറിയാതെ ഒന്നും എനിക്ക്
ഭാവിക്കയില്ല എന്നുള്ള ചിന്ത. ഞാനതിലേക്ക് കൂടുതലായിട്ട് കിടക്കുന്നുണ്ട്. രണ്ടാമത് പറയുകയാണ്, എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. ദൈവത്തിൽ പ്രശംസിക്കുന്ന ഉള്ളം. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയിൽ എപ്പോഴും ദൈവത്തിനാണ് മഹത്വം കൊടുക്കുക. ഓരോ പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും നിൻ്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും പിന്നെന്താ സ്തുതി, സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ എന്ന്. അതുകൊണ്ട് നമ്മൾ പാടുന്നുണ്ടല്ലോ, നിൻ സ്തുതിയും ഹാലേലുയ്യായും കർത്താവേ ഞാൻ നിർത്തരുതേ, വിധി നീതി കയ്യോ ചെയ്യരുതേ, ഞാൻ ബാധകിയെന്നറിയുന്നേ, സർവകടങ്ങൾ മാറാഞ്ഞാൽ നരകം താനൻ അധികാരം, നിന്നെ ജീവനെ സ്മൃതിയാൽ ഞാൻ പോകും, ഈ കൃപയാ എൻ്റെ പാപം നീ മാറ്റണം, നിൻ സ്തുതിയും ഹാലേലുയ്യായും കർത്താവെ ഞാൻ നിർത്തരുത് എന്നാണ് നമ്മളോട് പാടുന്നത്. അതുപോലെ ആരാധനയിലെ ആരംഭങ്ങളിൽ മുഴുവൻ ചൊല്ലുന്നതും ഏവൻഗേലിയോൻ വായിക്കുന്നതിന് മുമ്പ് എന്താ പാടുന്നത്? ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ, സ്തുതി ബലികളാണ് ചേറിടുവിൻ, സ്തുതി ബലികൾ അണച്ച് ഏറിടുവിൻ. എന്താണ്? കർത്തൃപ്രകാരി നിർമ്മല കാഴ്ചയുമാ കർത്തനെ സ്തുതി ചെയ് മദ്ബഹാ മുൻപിൽ. ഹാലേലൂയ. എന്താ അവിടെ പറയുന്നത്? ഹാലേലൂയ ഹാലേലൂയ, സ്തുതിയാകുന്ന ബലികൾ അങ്ങേക്ക് അർപ്പിക്കുവീൻ. എന്താണ് സ്തുതിയാകുന്ന ബലികൾ? രണ്ട് പറയാണ്, വെടിപ്പുള്ള കാഴ്ചകൾ എടുത്തുകൊണ്ട് കർത്താവിൻ്റെ പ്രാകാരത്തിലേക്ക് പ്രവേശിച്ച് തൻ്റെ മദ്ബഹായുടെ മുൻപാകെ കർത്താവിനെ വന്ദിക്കുക, സ്തുതിക്കുക. അതുകൊണ്ട് ദൈവത്തിന് സ്തുതി അർപ്പിക്കുവാൻ നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. രണ്ടാമത് പറയുകയാണ്, ഈ എളിയവർ അത് കേട്ട് സന്തോഷിക്കും, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തും. ദാവീദ് പറയുകയാണ്, എന്നോട് ചേർന്ന്, ദൈവത്തിൻ്റെ വിശുദ്ധന്മാരോടുകൂടെ ചേർന്ന്, ദൈവത്തിൻ്റെ പ്രവാചകന്മാരോടുകൂടെ ചേർന്ന്, ദൈവ മക്കളോടുകൂടെ ചേർന്ന് ദൈവത്തെ ആരാധിക്കുവീൻ, അവനെ ഒന്നിച്ച് സ്തുതിക്കുവീൻ. പിന്നെ പറയാൻ, ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, സകല ഭയങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. ഭയത്തിൽ നിന്ന് വിടുവിക്കണമെങ്കിൽ യഹോവ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിന് 23 പറയുന്നുണ്ട്, കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം ബിക്കോസ് യു ആർ വിത്ത് മീ, കാരണം നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഇവിടെ ദാവീദ് തന്നെയാണ് പറയുന്നത്. പിന്നീട് പറയുകയാണ്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. പ്രകാശത്തിലേക്ക് നോക്കണം, അന്ധകാരത്തിലേക്ക് നോക്കുവാനായിട്ടല്ല. ആരെയാണ് നോക്കേണ്ടത്? നോക്കേണ്ടവനെ നോക്കണം. അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് അനുഗ്രഹങ്ങളെ ലഭിക്കും. പിന്നെയും പറയുകയാണ്, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. നമ്മുടെ നിലവിളിയെ കേൾക്കുന്ന ആ ഒരു ദൈവമുണ്ട്. 33-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എന്താണ്? ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ സകല കഷ്ടങ്ങളിൽ നിന്നും അവൻ എന്നെ രക്ഷിച്ചു. 18-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലുമുണ്ട്. തൻ്റെ ഭക്തന്മാരുടെ മേൽ. ഇയ്യോബിൻ്റെ പുസ്തകം 36-ാം അധ്യായം 7-ാം വാക്യം എടുത്ത് അവിടെയും ഇത് തന്നെ പറയുന്നുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 36-ാം അധ്യായം 7-ാം വാക്യം,
തൻ്റെ ഭക്തന്മാരുടെ പ്രാർത്ഥന അതൊക്കെയും കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവസന്നിധിയിൽ എടുത്തോ, വായിച്ചു. അവൻ നമ്മെ ഭക്തന്മാരുടെ കരങ്ങളിൽ കാത്തുകൊള്ളുന്ന അനുഗ്രഹകരമായ അവസ്ഥയാണ്. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇയ്യോബിനെ കുറിച്ച് നമുക്കറിയാം, കഷ്ടതയുടെ പുത്രനാണ്. പക്ഷേ സാത്താൻ അവൻ്റെ മേൽ ദൃഷ്ടി വെച്ചാലും സംരക്ഷിക്കുന്ന ദൈവകരങ്ങളിൽ അവൻ സുരക്ഷിതനാണ്. അവിടെ പറയുന്നുണ്ട്, യഹോവയായ ദൈവം ഇയ്യോബിന് ചുറ്റും ഒരു വേലി കെട്ടിയിരിക്കുകയാണ്. സാത്താൻ്റെ വലയത്തിൽ വീണു പോകാതെ ഒരു സംരക്ഷണ വലയത്തിലാക്കിയിരിക്കുകയാണ്. ഇന്ന് ലോകത്തിലെ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച അവസരത്തിൽ നോക്കുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ മതിലുകളുള്ളൊരു സംസ്ഥാനമാണ് കേരളം. 5 സെൻറ്റേ ഉള്ളതിലും 5 സെൻറ്റിനൊരു മതിൽ കാണും, ഒരു ഗേറ്റ് കാണും, ചെറിയൊരു വീടും കാണും. മറ്റ് ലോകത്തിൽ എവിടെ പോയാലും ഇത്രയും മതിലുകൾ കാണാൻ സാധിക്കുകയില്ല. സിംഗപ്പൂരിൽ പോയാലും മലേഷ്യയിൽ പോയാലും അമേരിക്കയിൽ പോയാലും ഗൾഫിൽ പോയാലും അവിടെയൊക്കെ ഇതുപോലെയുള്ള മതിലുകൾ വേർതിരിച്ച് മനുഷ്യരെ വേർതിരിക്കുന്നൊരു അനുഭവമല്ല. കാരണം കുറേ കൂടെ സുരക്ഷിതത്വമുള്ളതാണ്. ഇവിടെ നമ്മൾ മതിൽ കെട്ടുന്നത് എന്തിനാ? അത് സ്നേഹമതിലായാലും വേലിയായാലും കോൺക്രീറ്റ് മതിലായാലും ഈച്ചയും പൂച്ചയും പട്ടിയും കോഴിയും ഒന്നും കയറരുത്, ആരുടെയും ശല്യം ഉണ്ടാകരുത്, മറ്റുള്ളവരുടെ ശല്യമില്ലാതെ സുരക്ഷിതമായിരിക്കണമെന്ന് വിചാരിച്ചാണ്. എന്നാൽ അതിനെയും മറികടന്നുകൊണ്ട് മോഷണവും കൊലപാതകവും മറ്റും നടക്കുന്നുമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു സംരക്ഷണ വലയം നമുക്ക് ചുറ്റുമുണ്ട്. അവിടെ യഹോവയുടെ കരുതൽ സാത്താനോട് പറയുന്ന, നീ അവൻ്റെ മേൽ ദൃഷ്ടി വെച്ചു. അപ്പോൾ പറയുകയാണ്, നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുകയെന്നാണ്. യോബിന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്ന തൻ്റെ ഭക്തന്മാരെ കരുതുന്നവനായൊരു ദൈവമുണ്ട്. ഇവിടെ പറയുന്നു, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കും. വീണ്ടും 34-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ അവിടെ പറയുകയാണ്, വായിക്കാം. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. അപ്പം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന വിശുദ്ധന്മാരുണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന നീതിമാന്മാരുണ്ട്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന വിശുദ്ധ സംഘമുണ്ട്, സാക്ഷികളുടെ വലിയ സമൂഹമുണ്ട്. നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ സാധിക്കാത്ത നിലയിലാണെങ്കിലും അദൃശ്യമായ സാന്നിധ്യം കൊണ്ട് അവർ നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്നുണ്ട്. യേശുവിൻ്റെ ശബ്ദം കേട്ട് മരിച്ചടക്കപ്പെട്ട ലാസറിൻ്റെ ചെവികളിലേക്ക് യേശുവിൻ്റെ ശബ്ദം കേട്ടു. ലാസറെ പുറത്തു വരിക എന്നുള്ള ശബ്ദം കേട്ടപ്പോൾ മരിച്ച് അടക്കപ്പെട്ട് 4 നാൾ കഴിഞ്ഞ് ജീർണിച്ച ആ ശരീരത്തിൽ യേശു തമ്പുരാൻ്റെ ശബ്ദം കേട്ടു. ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞ മാത്രയിൽ ലാസർ എഴുന്നേറ്റു, അവൻ നിന്നു. അപ്പോഴാണ് മറ്റുള്ളവരോട് പറയുന്നത്, അവൻ്റെ കെട്ടുകളെ കെട്ടിവെച്ചത് കെട്ടിനെയൊക്കെ തുണിയൊക്കെ അഴിച്ചു കൊടുക്കാനായിട്ട് പറയും. അപ്പോൾ നമ്മുടെ ശബ്ദം, ദൈവശബ്ദം കേൾക്കുന്ന അവസ്ഥ ജീവിക്കുമ്പോൾ മാത്രമല്ല, മരിച്ചാലും കേൾക്കുവാൻ സാധിക്കും. അതിൻ്റെ ഉദാഹരണമാണ് പരിശുദ്ധനായ പരിമല തിരുമേനി. തൻ്റെ ഭക്തന്മാരുടെ പ്രാർത്ഥനകളെ അവൻ കേൾക്കും. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുകയാണ് 9-ാം വാക്യത്തിൽ, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. ആ വിശുദ്ധ കുർബാനയിൽ അനേക പേരുകൾ ലഭിച്ചു. വിശുദ്ധ 3 മേൽ കുർബാനയ്ക്കുള്ള പേരുകളുടെ നീണ്ട ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ നീണ്ട ലിസ്റ്റിൽ ഞാൻ പരിശോധിച്ചപ്പോൾ അവിടെ ഒരു മറിയാമ്മയോ മാത്യോ തോമസോ മാത്രമല്ല, ഒരു രാജശേഖരനും സദാശിവനും ലക്ഷ്മിക്കുട്ടിയും മാത്രമല്ല, മുഹമ്മദും ബഷീറും അലിയും ഇസ്മായിലിൻ്റെയും പേരുകളൊക്കെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ വലിയൊരു പ്രത്യേക അനുഭവം എനിക്കുണ്ടായി.
ദൈവമേ, ഇന്ന് ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമല്ല ഇവിടെ വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്നത്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, തന്നിൽ വിശ്വസിക്കുന്ന അനേകർക്ക് വേണ്ടി ജാതിമത വ്യത്യാസമില്ലാതെ ഇവിടെ വിശുദ്ധ കുർബാന പേരോർക്കുവാൻ കാരണം ഇതാണ്. ആ യഹോവയുടെ ഭക്തന്മാരുടെ ചെവി തുറന്നിരിക്കുന്നു. അനേകരുടെ പ്രാർത്ഥനകൾക്കായി അവൻ്റെ ചെവി തുറന്നിരിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്ന അനുഭവമാണ്. കഴിഞ്ഞ ദിവസം പെരുന്നാൾ സപ്ലിമെൻ്റ് സംബന്ധിച്ചുള്ള ഒരു ചെറിയ ലേഖനം ഞാൻ വായിക്കുവാനിടയായി തീർന്നു. എല്ലാം വായിക്കാൻ സമയം കിട്ടി. സിനിമാ സംവിധായകനായ ബ്ലസ്സി എഴുതിയൊരു സാക്ഷ്യം വളരെ അനുഭവവേദ്യമായി തോന്നി. നിരീശ്വരനായി, നക്സൽ ചിന്താഗതിയിലായി, ദൈവമില്ല എന്നുള്ള ചിന്തയിൽ മാതാപിതാക്കളെ വിഷമിപ്പിച്ച് പലതരത്തിലുള്ളതായ വിഷമവുമായി ആത്മഹത്യയ്ക്ക് അനേക സന്ദർഭങ്ങൾ ഒരുങ്ങിയ വ്യക്തി, ചെറുപ്പക്കാരൻ. ഇവിടെ ദൂരെയൊന്നുമല്ല, എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ബെന്നി എനിക്കറിയാം, തിരുവല്ലയിൽ തന്നെ താമസമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസത്തെ സപ്ലിമെൻറ്റിൽ കൂടെയാണ്. ആ വ്യക്തി 1985 ഈ കബറിങ്കൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഷെല്ലിയുടെ നിർബന്ധപ്രകാരം, അല്ലെങ്കിൽ പറഞ്ഞതനുസരിച്ച് ഇവിടെ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അദ്ദേഹം എഴുതിയിട്ടുണ്ട്, താൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു എന്നുള്ളത് അറിഞ്ഞത് കണ്ണുനീർ തുള്ളികൾ ആ കബറിൻ്റെ മുമ്പിൽ തളം കെട്ടി നിന്നപ്പോൾ, പ്രാർത്ഥന കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ണുനീർ തുള്ളികൾ തളം കെട്ടി നിൽക്കുന്നതായി കണ്ടു. ഇവിടെ നിന്ന് ആശ്വാസത്തോടെ അദ്ദേഹം പോയി. അന്ന് മുതൽ ആരംഭിച്ച പ്രവർത്തനങ്ങളിൽ താൻ നിരാശനായി തീർന്നില്ല. താൻ അടിക്കടി മുൻപോട്ട് പോയി സംവിധായകനായി ആത്മഹത്യയിൽ നിന്ന് മാറി കുടുംബജീവിതം നയിച്ചു. മക്കളായി, വീടായി, സമാധാനം കിട്ടി. ഇന്നും തൻ്റെ വ്യക്തി ജീവിതത്തിൽ ജീവിക്കുന്ന ഒരു പരിശുദ്ധനായി പരിമല തിരുമേനിയെ സ്വീകരിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് മാർത്തോമാ വിശ്വാസിയാണ്, അമ്മ ഓർത്തഡോക്സ് വിശ്വാസിയാണ്. അമ്മയുടെ പ്രാർത്ഥനകൾ ചെറുപ്പത്തിലൊക്കെ കേട്ടപ്പോഴും അമ്മ പറഞ്ഞിട്ടും മനസ്സിലാക്കാത്ത ഒരനുഭവം ഇവിടെ വന്ന് കബറിങ്കൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ തനിക്കുണ്ടായി എന്നും തൻ്റെ അനുഗ്രഹത്തിൻ്റെ മുഴുവനും കാരണം പരിശുദ്ധനായ പരിമല തിരുമേനിയാണ് എന്ന് അടിവരയിട്ട് കുറിച്ച ഒരു ലേഖനം കാണുവാനിടയായി തീർന്നു. ഞാനിത് പറഞ്ഞത് അനേക വ്യക്തി ജീവിതങ്ങളിൽ സാക്ഷ്യമുള്ള അനുഭവം നൽകിയത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ്. ഞാൻ എൻ്റെ ചിന്താവിഷയത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. പരിശുദ്ധനായ പൗലോസ്ലീഹ തീമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 11-ാം വാക്യം ആരെങ്കിലും ഒന്ന് വായിക്കണം. പരിശുദ്ധനായ പൗലോസ്ലീഹ തീമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 11-ാം വാക്യം. നമ്മുടെ ചിന്താവിഷയം വായിച്ചു കഴിഞ്ഞു. ഞാൻ വായിക്കാം. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. പരിശുദ്ധനായ പരിമല തിരുമേനിക്ക് ലഭ്യമായ അനുഗ്രഹ വർഷത്തെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കുന്നത്. നമുക്കും അത് സ്വായത്തമാക്കുവാനായിട്ട് സാധിക്കും. പരിപൂർണമായി സാധിച്ചില്ലെങ്കിലും ഭാഗികമായി സാധിച്ചാൽ നമ്മുടെ ഈ ജീവിതം കൊണ്ട് അർത്ഥമുണ്ടാകും. ആരാണ് ഈ തീമോത്തിയോസ്? ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവത്താൽ ബഹുമാനിതനെന്നാണ്. ദൈവത്താൽ ബഹുമാനിതൻ. നമ്മുടെ പല തിരുമേനിമാർക്കും പേരുണ്ട് ഈ പേര്, തീമോത്തിയോസ്. വേദപുസ്തകത്തിലുള്ളൊരു പേരാണ്. അവസാനം പറയുന്നുണ്ട്, 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അല്ലയോ തീമോത്തിയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനം എന്ന് വ്യാജമായി പേര് പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കാൻ. എന്തിനെ ഒഴിഞ്ഞു നിൽക്കാൻ? അവർ ഒരാൾ ഭക്തനായി തീരണമെങ്കിൽ ഒന്നാമതായിട്ട്
ഒഴിഞ്ഞിരിക്കണം. ടു അവോയ്ഡ് സംതിങ്. ചില കാര്യങ്ങളെ നമ്മൾ ഒഴിഞ്ഞിരിക്കണം. നമുക്കറിയാം, നോമ്പ്, വലിയ നോമ്പൊക്കെ വരുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ഏത് നോമ്പായാലും നോയമ്പിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞിരിക്കും. സാധാരണ എല്ലാവർക്കും അറിയാം, വിവാഹം ആ സമയത്ത് നടക്കത്തില്ല. കേറ്ററിംഗുകാരോട് ചോദിച്ചാൽ മതി, എങ്ങനെയൊക്കെയുണ്ട് എൻ്റെ വെച്ചാൽ എന്തോ പറയാനാ, ഇപ്പം നോയമ്പല്ലേ, ഇപ്പോൾ ഒരു പരിപാടിയില്ലെന്ന് പറയും. ടാക്സിക്കാരോട് ചോദിച്ചാലും പറയും ഓട്ടോ ഒക്കെ വളരെ കുറവാണ്, കല്യാണമൊന്നുമില്ല. ഒഴിഞ്ഞിരിക്കുന്ന ഒരു അനുഭവമാണ്, വേർതിരിഞ്ഞിരിക്കുന്ന അനുഭവമാണ്. എത്ര നോമ്പുകളുണ്ട്? 5 അനുരീയമായിട്ടുണ്ട്, അല്ലാതെ കൊണ്ട് 8 നോയമ്പൊക്കെയുണ്ട്. ഇവിടെ പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലയോ തീമോഥെയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനം എന്ന് വ്യാജമായി പേര് പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായി വൃഥാലാഭം. വൃഥാലാഭം എന്ന് പറഞ്ഞാൽ വൃഥാഭാഷണം. എൻ്റെ മലയാള അർത്ഥം ഇതാണ്: ചുമ്മാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ സാധാരണ പറയും വെറുതെ ലൂസ് ടോക്ക്, സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് അതുപോലെ തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞിരിക്കുക. 3 കാര്യങ്ങളാണ് ഞാൻ ഈ ഭാഗത്ത് നിന്ന് ചിന്തിക്കാമെന്ന് ഉദ്ദേശിക്കുന്നു. 1, നാം ഒഴിഞ്ഞിരിക്കുക. 2, അഭ്യസിക്കുക. 3, ജീവിക്കുക. ഒന്നാമതായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ടു അവോയ്ഡ് സംതിങ്, ഒഴിഞ്ഞിരിക്കുക. 2, ടു എഡ്യൂക്കേറ്റ്, അതായത് വചനസംബന്ധമായും നല്ല കാര്യങ്ങളും നമ്മൾ അഭ്യസിക്കുക. 3, ടു ലീവ്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്. നമ്മളൊക്കെ ജീവിക്കും അല്ലേ? എല്ലാവരും ജീവിക്കുന്നുണ്ട്. ആ ജീവിതത്തെക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്നത് ചത്ത പോലൊക്കുമേ ജീവിച്ചിരിക്കും. വചനത്തിൽ പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 10:10 പറയുന്നുണ്ട്, നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ജീവൻ ചെറിയ ജീവൻ പോരാ, നമുക്ക് വലിയ ജീവൻ വേണം. എങ്ങനെയാണ്? ഇവിടെ നമ്മൾ ഓർത്തിരിക്കുക, ഏതിനെയൊക്കെ നമ്മൾ ഒഴിഞ്ഞിരിക്കണം. തർക്കസൂത്രങ്ങളെ നമ്മൾ ഒഴിഞ്ഞിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ഇവിടെ പറയുന്നുണ്ട്, പൗലോസിനോട് തീമോഥെയോസിനോട് പറയുകയാണ്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. നമ്മളൊക്കെ ദൈവത്തിൻ്റെ മനുഷ്യരാണ് അല്ലേ? നമ്മളെല്ലാവരെയും കുറിച്ച് പറയും സകല സൃഷ്ടികളും ദൈവത്തിൻ്റെതാണ്. അതിന് ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും പറയും ഞാൻ ദൈവത്തിൻ്റെതാണ്, എൻ്റെ ദൈവം അനുഗ്രഹിച്ച് എനിക്കൊരു കുഴപ്പവും ഇല്ലെന്ന് പറയും അല്ലേ? എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ലെന്ന് പറയും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനുള്ള സ്ഥാനം ഇവിടെ പറയുകയാണ്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവർ. നമ്മൾ ദൈവത്തിൻ്റെ മനുഷ്യരാണോ അതോ ലോകത്തിൻ്റെ മനുഷ്യരാണോ? യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു ഭാഗം നമുക്ക് നോക്കാം. വലിയ ഒരു ധനികനായ ഒരാൾ യേശുവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് യേശുവിനോട് പറയുന്നുണ്ട്, അവൻ നല്ല ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അവൻ പറയുകയാണ്, ഞാൻ നിത്യജീവന് പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? അവിടെ പറയുന്നുണ്ട്, പരീശന്മാരുടെ കൂട്ടത്തിൽ, യഹൂദന്മാരുടെ കൂട്ടത്തിൽ നല്ല പ്രമാണിയായ ഒരു നിക്കോദിമോസ് എന്നുള്ള വാക്ക് ഇപ്പോൾ നമ്മുടെ ഒരു തിരുമേനിക്കുണ്ട്. എന്താണെന്നറിയാമോ? ആ വാക്കിൻ്റെ അർത്ഥം ജനനായകനെന്നാണ്, ജനങ്ങളെ നയിക്കുന്നവനെന്ന്. അപ്പോൾ അദ്ദേഹം വലിയൊരു പ്രമാണിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് പറയുകയാണ്, അവനെക്കുറിച്ച് പറയുന്നത്, നിക്കോദിമോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന്, അവന് പകൽ വരുവാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം യഹൂദന്മാരുടെ പ്രമാണി, യഹൂദന്മാരാൽ നിന്ദിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ അടുക്കൽ ചെല്ലുവാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് രാത്രിയാകുമ്പോൾ ആരും കാണുകയില്ല. നമ്മളും അങ്ങനെയാണല്ലോ അല്ലേ? ആരും കാണാതെ പോകുന്നത് രാത്രിയിലാണ്. രാത്രിയുടെ നിശബ്ദതയിൽ പല കുഴപ്പങ്ങളും ഉണ്ടാകും. അതിന് മാറ്റം ഉൾപ്പെടെ ആരും കാണത്തില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്ന പ്രവൃത്തികളാണ്.
പക്ഷെ ഒരാൾ കാണുന്നുണ്ട്. ആര് കാണുന്നുണ്ട്? മുകളിലൊരാൾ കാണുന്നുണ്ട്. അവിടെ എല്ലാം നഗ്നമായും കാണപ്പെട്ടും എല്ലാം ഇരിക്കുന്നു. അവിടെ ഒന്നും മറവായിരിക്കുന്നില്ല. സകലതും കാണുന്നവനാണ്, സകലതും അറിയുന്നവനാണ്. അവൻ്റെ മുമ്പാകെ ഒന്നും ഒളിക്കുവാനായിട്ട് സാധ്യം. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. സൺഡേ സ്കൂളിലെ കുറേ കുട്ടികളെ വിളിച്ച് അധ്യാപകൻ അവരെ പരീക്ഷിക്കുവാനായിട്ട് എല്ലാവർക്കും ഓരോ മധുര സാധനം കൊടുത്തു. എന്നിട്ട് അധ്യാപകൻ പറഞ്ഞു, നിങ്ങളിതെല്ലാം ആരും കാണാതെ പോയി കഴിക്കണം. ആരും കാണാതെ അവരവർ ഓരോ സ്ഥലത്ത് പോയിരുന്ന് കഴിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും വന്നു. പല കുട്ടികളും ഭക്ഷിച്ചെല്ലാം കഴിഞ്ഞ് ഒരു കുട്ടി മാത്രം ഈ കൊടുത്ത സാധനം അധ്യാപകൻ്റെ കയ്യിൽ തിരികെ കൊണ്ട് കൊടുത്തു. സാറേ, ഞാൻ കഴിച്ചില്ല. സാറ് ചോദിച്ചു, എന്താ നീ കഴിക്കാഞ്ഞേ? സാറല്ലേ പറഞ്ഞത് ദൈവം സർവ്വവ്യാപിയാണ്, ദൈവം എല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു, ദൈവം അറിയാതൊന്നും സംഭവിക്കുന്നില്ല, നടക്കുന്നില്ല. അപ്പോൾ ആരും കാണാതെ എനിക്കിത് കഴിക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ കഴിച്ചാലത് ദൈവം കാണുന്നു. അതുകൊണ്ട് അവനെ അധ്യാപകൻ്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ഉറച്ച ബോധ്യം ആ കുഞ്ഞിനുണ്ടായിരുന്നു. നല്ലൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും പലതും ചെയ്യുന്നത് മറ്റാരും കാണുന്നില്ല എന്ന് വിചാരിച്ച, ഭാര്യ ചെയ്യുന്ന പ്രവൃത്തി ഭർത്താവ് കാണുന്നില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്നു. ഭർത്താവ് ചെയ്യുന്ന ദുഷ്പ്രവൃത്തി ഭാര്യ കാണുന്നില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്നു. സഹോദരൻ കാണുന്നില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്നു. മാതാപിതാക്കൾ അറിയുന്നില്ല എന്ന് വിചാരിച്ചു മക്കൾ ചില ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നു. പക്ഷേ ദൈവം എല്ലാം കാണും, എല്ലാം അറിയുന്നു. നമ്മെ അറിയുന്നവനായൊരു ദൈവമുണ്ട്. അതാണ് നാം ഒന്നാമതായിട്ട് മനസ്സിലാക്കണം. എൻ്റെ ദൈവമറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല, ദോഷങ്ങളാൽ അവൻ നമ്മെ പരീക്ഷിക്കുന്നു. ദൈവം അറിയാതെ ദൈവത്തെ അറിയുന്ന മനുഷ്യൻ, രണ്ട് കൂട്ടരുണ്ട്. ടു നോ ഗോഡ്, ടു നോ എബൌട്ട് ഗോഡ്. ദൈവത്തെ അറിയുന്ന മനുഷ്യൻ, ആ കൂട്ടത്തിലാണ് പരിശുദ്ധനായ പരിമല തിരുമേനി. ദൈവത്തെക്കുറിച്ച് അറിയുന്ന ഒരുപാട് തിയോളജൻസ് ഉണ്ട്, ഒരുപാട് ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട്, ഒരുപാട് ഉയർന്ന പഠനമുള്ള വൈദികരുണ്ട്, മേൽപ്പട്ടക്കാരുണ്ട്, പട്ടക്കാരുണ്ട്, ഐമേനികളുണ്ട്. പക്ഷെ അവർ ദൈവം അറിയുന്നവരായിരിക്കണമെന്നില്ല. രണ്ടും രണ്ടാണ്. ദൈവത്തെ അറിയുന്നവരും ദൈവം അറിയുന്നവരും. ദൈവത്തെക്കുറിച്ച് നമുക്കറിയാൻ സാധിക്കും. പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വേദപുസ്തകം വായിച്ച്, നല്ല പുസ്തകങ്ങൾ വായിച്ച്, നല്ല ലേഖനങ്ങൾ വായിച്ച്, നല്ല പ്രസംഗങ്ങൾ കേട്ട് ഒക്കെ ദൈവത്തെ അറിയുവാനായിട്ട് സാധിക്കും. ഇവിടെ പറയുകയാണ്, നമ്മൾ എങ്ങനെ ആയിരിക്കണം? ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കണം. 2 തീമോത്തിയോസ് 2-ാം അധ്യായം 16-ാം വാക്യം ഒന്ന് വായിച്ച്, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. 2 തീമോത്തിയോസ് 2:16. അവിടെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളെടുത്തു, ഞാൻ വായിക്കാം. ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കുക. ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. ഭക്തി വർദ്ധിക്കുകയല്ല, ആ വകക്കാർക്ക് അഭക്തി കൂടി വരും. എന്താണ് വൃഥാലാഭം എന്ന് ഞാൻ പറഞ്ഞു. വൃഥാലാഭം എന്നുള്ള ആ വാക്ക് മലയാളം തന്നെയാണ്. അതിൻ്റെ അർത്ഥം വ്യർത്ഥ ഭാഷണം, ചുമ്മാതെ സംസാരിക്കുക, ലൂസ് ടോക്ക്. നമ്മൾ സാധാരണ പറയും, ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളവർക്ക് എന്തായി തീരുമെന്നാണ് പറയുന്നത്? അഭക്തി അധികം മുതിർന്നു വരും. പിന്നെയോ അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും, ക്യാൻസർ പോലെ. നാക്കിന് ക്യാൻസർ വന്നാൽ അത് പല ഭാഗത്തേക്ക് വ്യാപിച്ച് തൊണ്ടയിലായി പല ശരീരത്തിൻ്റെ ഭാഗത്തേക്ക് വരും. ക്യാൻസർ എവിടെ വന്നാലും അത് വ്യാപിച്ചുകൊണ്ടിരിക്കും. ക്യാൻസർ ഇതുപോലെയാണ്, ഞണ്ട് പോലെയാണ്. അത് കടന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അതിൻ്റെ വേരുകൾ പല ഭാഗത്തേക്ക്. ഇവിടെ പറയുകയാണ്, നിങ്ങൾക്ക് ക്യാൻസർ വരാൻ ഒരു കാരണം എന്താണെന്നറിയാമോ? ലൂസ് സ്റ്റോക്കാണ്. ആവശ്യമുള്ളതും ഇല്ലാത്തതും, ആരെങ്കിലും ഒരാളില്ലെങ്കിൽ
ആളിനെക്കുറിച്ച് എന്തെല്ലാം വേണേ പറയും. ഉള്ളതും ഇല്ലാത്തതും കഥ അങ്ങോട്ട് പെരുപ്പിച്ച് ഒരു ദിവസം ഒരാളെ കാണാതായാൽ പറയും, ഒരാൾ പറയും ഇന്നിടത്ത് ഇന്നാരാണ് എനിക്കറിയാം, ഇവിടെ കാണാനില്ല. അപ്പോൾ ഒരാൾ പറയും ചിലപ്പോൾ പോയതായിരിക്കും, ഇന്നാരുടെ കൂടെ പോയി, രണ്ടുപേരും കൂടെ പോയി, അതങ്ങോട്ട് വിൽക്കും. വിറ്റ് ഒരു 100 കോപ്പി വിറ്റ് വരുമ്പോഴത്തേക്ക് ഇവർ രണ്ടും കൂടെ പണ്ട് തൊട്ടേ സ്നേഹമായിരുന്നുണ്ടാവും. ആളൊരു ദിവസം സ്വന്തം എസ്റ്റേറ്റിൽ പോയതാണ്, കൃഷികാര്യത്തിന് പോയതാണ്, ആരുടെയും കൂടെ പോയില്ല. പക്ഷേ ഒരു ദിവസം കാണാതെ വന്നപ്പോൾ ഒരാൾ പറഞ്ഞു ഇന്നിടത്ത് ഇന്നച്ചായനെ കാണാനില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു ഇന്നിടത്തെ അമ്മാമ്മയെ കാണാനില്ല. എന്നാൽ ശരിയായിരിക്കും, മറ്റേ ആൾ ആശുപത്രിയിലും പോയി, ഇയാൾ എസ്റ്റേറ്റിലും പോയി. കഥകളങ്ങോട്ട് കെട്ടിമെനഞ്ഞ് അങ്ങോട്ടങ്ങോട്ട് ചൂടപ്പം പോലെ വിൽക്കും. ഇതിന് വലിയ TV ഒന്നും വേണ്ട, മാധ്യമങ്ങളൊന്നും വേണ്ട, അങ്ങനെ പരന്നു വരുന്ന മാലപ്പടക്കം പോലെ. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ മതി, ആരോടും പറയരുത്. ഈ ഒരു കാര്യം ഞാൻ നിന്നോട് മാത്രം സ്നേഹമുള്ളതുകൊണ്ട് പറയുക, നീ ഇതാരോടും പറയരുതെന്ന് റോസമ്മ മേരിക്കുട്ടിയോട് പറയും. മേരിക്കുട്ടി ഇത് ആരോടും പറയത്തില്ല, ഒരൊറ്റ കോപ്പി അങ്ങ് വിൽക്കും. മനസ്സിലായേ? ഇത് ദുർഭാഷണമാണ്. ഇവിടെ പറയുകയാണ് ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കുക. ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. അവരുടെ വാക്ക് ക്യാൻസർ പോലെ തിന്നുകൊണ്ടിരിക്കും. പിന്നെ ഇത് മുഴുവൻ അങ്ങോട്ട് താഴോട്ട് വായിക്കുമ്പോൾ അറിയാം കുഴപ്പം അവന് മുഴുവൻ ഉണ്ടാകുന്നു. അതുകൊണ്ട് നമ്മൾ ഏതായിരിക്കണം? ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞിരിക്കണം. പരിശുദ്ധനായ പരിമല തിരുമേനി പരിശുദ്ധനായി പ്രഖ്യാപിച്ചതിൻ്റെ 60-ാം വർഷമാണ്. പരിമല തിരുമേനി 109 വർഷത്തിന് മുമ്പ് കാലം ചെയ്തു. തിരുമേനിയെ കണ്ടവരാരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെന്നാണ് എൻ്റെ ധാരണ. ലോകമുത്തശ്ശിയായിരുന്ന ഫ്രഞ്ചുകാർ 115-ാമത്തെ വയസ്സിൽ മരിച്ചു. അവരുടേതിലും കാണാൻ സാധ്യതയില്ല. പരിമല തിരുമേനിയെ ഇപ്പോഴുള്ള നാം ആരും നേരിട്ട് കണ്ടിട്ടില്ല, എന്നാൽ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന സകലമാന പേരും ഈ 10 ദിവസം ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വന്നവരൊക്കെ പരിമല തിരുമേനിയെ നേരിൽ കണ്ടവരാണ്. എങ്ങനെയാ? ഫോട്ടോയിൽ കൂടെ തന്നെയല്ല, ജീവിത അനുഭവങ്ങളിൽ കൂടെ, സാക്ഷിക്കുന്ന അനുഭവങ്ങളിൽ കൂടെ അനേക ഉദാഹരണങ്ങൾ പറയുവാൻ സാധിക്കും. നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് IPS കഴിഞ്ഞ വർഷം ഇവിടെ പെരുന്നാളിന് വന്ന് അദ്ദേഹം ഒരു പ്രസംഗം പറഞ്ഞപ്പോൾ അമേരിക്കയിലുള്ള കള്ളന്മാരെ കണ്ടെത്തി. സംഭവം ഞാൻ ഒരിക്കൽ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നില്ല. പരിമല തിരുമേനിയുടെ ഫോട്ടോ ഇരുന്ന അമേരിക്കയിലെ ഒരു ദേവാലയത്തിൽ അവർ ആക്രമിച്ച് കടന്ന് അവിടെ അധമ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർ സൂക്ഷിച്ചു നോക്കിയപ്പോൾ തിരുമേനിയുടെ കണ്ണിൽ നിന്ന് വലിയ പ്രകാശം വന്ന് അവർക്ക് അധമ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. അവർ എന്ത് ചെയ്തു? തിരുമേനിയുടെ ഫോട്ടോ എടുത്ത് തിരിച്ചു വെച്ചു. അദ്ദേഹം സാക്ഷിച്ചായിരുന്നു. എൻ്റെ കള്ളന്മാരെ കുറിച്ച് പറഞ്ഞ് അവിടെ നിന്നുള്ള പോലീസ് ഇവിടെ വന്ന് അന്വേഷിച്ചതിനെ കുറിച്ച് ശ്രീ അലക്സാണ്ടർ ജേക്കബ് IPS ഇവിടെ ഈ പരുമലപ്പള്ളിയിൽ പ്രസ്താവിച്ചത്. അപ്പോൾ പരിമല തിരുമേനി ഇന്ന് അനേകരുടെ വ്യക്തി ജീവിതങ്ങളിൽ ജീവിക്കുന്നു. അനേക ആളുകൾക്ക് സാക്ഷി പറയുവാൻ സാധിക്കും. അതിൽ വ്യക്തിപരമായി പലരും എന്നോട് പറഞ്ഞത് ഞാൻ എപ്പോഴും ഷെയർ ചെയ്യുവാനായിട്ട് സമയം എടുക്കുന്നില്ല. ഒരു ഉദാഹരണം മാത്രം പറയാം, ഒരു സംഭവത മാത്രം പറയാം. കാരണം ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞിരിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. പരിമല തിരുമേനിയുടെ ജീവിതത്തിൽ അദ്ദേഹം ആദ്യകാലം ജീവിച്ചിരുന്ന അഴിപ്പുര ആദ്യകാല വസതി ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. ചെറിയൊരു വീട്. അവിടെ താൻ പ്രാർത്ഥിച്ചുകൊണ്ട് വേദപുസ്തകം വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സന്ദർഭത്തിൽ പരീക്ഷകൻ വന്ന് അടുത്തു വന്ന് പല പ്രലോഭനങ്ങളെയും തന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ താൻ പ്രാർത്ഥനയിലായിരുന്നതുകൊണ്ട് അതിനെ ഒഴിച്ചു വിടുവാനായിട്ട് ആ സാത്താനെ ഓടിക്കുവാൻ തക്കവണ്ണം പരിമല തിരുമേനിക്ക് സാധിച്ചു. കാരണം അദ്ദേഹത്തിന് സമയം കിട്ടുമ്പോഴൊക്കെയും പ്രാർത്ഥനയായിരുന്നു. പാട്ടുകാരൻ പാടുന്നില്ല, പ്രാർത്ഥന നോമ്പോ ആസത്താൽ സമയം യാമന്തോറും പ്രാർത്ഥനകൾ കഴിച്ചുകൊണ്ടിരുന്നതാണ് തിരുമേനി. അതിൽ നിന്ന് കിട്ടിയതായ സ്പിരിച്വൽ പവറാണ്, ആത്മീയമായ ശക്തിയാണ് താൻ ജീവിച്ചിരുന്നപ്പോൾ അനേകർക്ക് നൽകിക്കൊണ്ടിരുന്നത്. ഇന്നും അനേകർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതും ആ വിശുദ്ധ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ അല്പാൽപമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സാക്ഷികളുടെ സമൂഹം. ഒരു ചെറിയ ഓറഞ്ച് കച്ചവടക്കാരൻ എന്നോട് പറഞ്ഞൊരു സംഭവം. ഞാനിവിടെ നിന്ന് കഴിഞ്ഞ മാസം ധ്യാനമൊക്കെ കഴിഞ്ഞ് പോയ വഴിക്ക് ഒരു
പെട്ടി വണ്ടിയിൽ ഓറഞ്ച് വിൽക്കുന്ന ഒരു സഹോദരനെ കണ്ടു. ഞാനത് വാങ്ങിക്കാനായിട്ട് നിർത്തിയതാണ്. അപ്പോൾ അവന് അച്ഛൻ എവിടെ പോയാന്നൊക്കെ ചോദിച്ചു. എനിക്കറിയാൻ പാടില്ല, ചങ്ങനാശ്ശേരിക്കാരൻ, ഒരു മുസ്ലിം ഒരു ചെറുപ്പക്കാരന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പരുമലപ്പള്ളിയിലൊക്കെ പോയിട്ട് നല്ലോഹ്യം പറഞ്ഞു. പച്ചാ, ഞാൻ ഇന്നലെ പരുമലപ്പള്ളി പോയി. എനിക്ക് ഇന്നലെ ഞാൻ ഈ ഓറഞ്ച് വിറ്റുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര വയറ്റ് വേദന. ഞാൻ പെട്ടി വണ്ടി അവിടെ ഇട്ടിട്ട് ഞാൻ ഇവിടെ കിടന്ന് ഉരുണ്ടു, ഈ മണ്ണിൽ ഇവിടെ തന്നെ കിടന്ന് ഉരുണ്ട്. എനിക്ക് ഭയങ്കര അസ്വസ്ഥത. ആരും എൻ്റെ കൂടെ ഇല്ല. ഞാനിങ്ങനെ കിടക്കുന്നത് കണ്ട് ഒരാൾ വന്നേച്ച് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, ഇന്നടത്ത് വരെ ഒന്ന് പോ. ആളിവിടെ കൊണ്ടുവന്നു. അവൻ അത്രയ്ക്ക് മരണവെപ്രാളം. അവൻ പറഞ്ഞു അവൻ മരിക്കും, എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഇവിടെ വന്ന് കബറിങ്കൽ വന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷം ആ കൊണ്ടുവന്ന സഹോദരൻ ആരാണെന്ന് പോലും അറിയില്ല, അവിടെ കൊണ്ടുവിട്ടു. ഇന്നലെ ഈ സമയത്ത് ഞാനിവിടെ കിടന്ന് വേദന കൊണ്ട് പുളയുകയാണ്. ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചു. എന്നെ വിടുവിച്ചത് ആ പള്ളിയിലെ ഒരു തിരുമേനിയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാ? ജീവിച്ചിരിക്കുന്ന തിരുമേനിയല്ല, കാലം ചെയ്തവിടെ കബറടങ്ങിയ തിരുമേനിയാണ്. ഒരു മുസ്ലിം സഹോദരൻ, ഒരു ചെറുപ്പക്കാരൻ്റെ സാക്ഷ്യം അനേകം പറയുവാനായിട്ട് ഞാനിതിലേക്ക് കടക്കുന്നില്ല. എന്താണ് ഈ അനുഭവ സാക്ഷ്യം? അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് കിട്ടുന്ന കൃപ, താൻ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ തൻ്റെ വചനം മനനം ചെയ്തുകൊണ്ടിരുന്നു, തൻ്റെ വചനം വായിച്ചു കൊണ്ടിരുന്നു. തേനിലും തേൻകട്ടയിലും മാധുര്യമേറിയ വചനം. എന്താണ് വചനം? അത് വായിച്ച് ധ്യാനിച്ചിരുന്നു. യാമന്തോറും പ്രാർത്ഥന, ഉപവാസം, നോമ്പ്. അദ്ദേഹത്തിനുണ്ടായിരുന്ന വലിയ ക്വാളിഫിക്കേഷൻ അതാണ്. അല്ലാതെ MA PhD ഡോക്ടറേറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നറിയാമോ? ഭക്തി സംബന്ധമായ കാര്യങ്ങളിൽ വൃഥാ ലാഭങ്ങളിൽ നിന്നൊഴിഞ്ഞ്, വൃഥാ ഭാഷണങ്ങളിൽ നിന്നൊഴിഞ്ഞ് അദ്ദേഹം പ്രാർത്ഥനയോടുകൂടെ ഇരുന്നു. ദൈവവചനം നമുക്ക് നോക്കാം. ദൈവവചനം എന്ന് പറയുന്നത് വായിക്കുന്നത് ഏറ്റവും അനുഗ്രഹകരമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ രൂപപ്പെടുത്തും, അത് രൂപാന്തരപ്പെടുത്തും, മാറ്റപ്പെടുത്തും. ഇല്ല എങ്കിൽ 119 സങ്കീർത്തനം എടുത്ത് അവിടെ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം എന്താണെന്നുള്ളത്. 119:105 നമുക്ക് ഒഴിഞ്ഞിരുന്നിട്ട് ബന്ധപ്പെടേണ്ട ഒരു കാര്യമാണ് ദൈവവചന വായന. അതിനാ പഴയ കാലത്ത് പറയും, നിങ്ങൾ സന്ധ്യാനാമം ചൊല്ലണം. അത് ഹൈന്ദവ സഹോദരങ്ങളോടും പറയും, സന്ധ്യാനാമം, ദീപം തെളിയിക്കണം, വിളക്ക് കത്തിക്കണം, എന്നിട്ട് സന്ധ്യാനാമം ചൊല്ലണം. അവിടെ ഇല്ലെങ്കിൽ എന്തോ വരും? മൂദേവി വരും. അല്ലേ അമ്മച്ചി? അങ്ങനെ ഇല്ലയോ? പണ്ട് പറയത്തില്ലയോ? മൂദേവി വരും. ദേവി നല്ലതാണ്. ദേവി എന്ന് പറയുന്നത് ഹൈന്ദവ ദേവി നല്ല അർത്ഥമല്ല. ദേവി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവമുള്ള ആളാണ്, ദൈവകാര്യമാണ്. ദൈവിക കാര്യം നല്ലതാണ്. ഇല്ലെങ്കിൽ മൂദേവി, പിശാച് വരും. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട ദൈവത്തിൻ്റെ ശത്രുവാണ് പിശാച്, സാത്താൻ. ദൈവമായ കർത്താവിനെ പോലും പരീക്ഷിച്ചവനാണ് പിശാച്. വായിച്ചോ 119:105. അതുകൊണ്ട് ദൈവവചനം നമുക്ക് വായിക്കാനും ധ്യാനിക്കുവാനും സാധിക്കണം. നിന്റെ കാലിന് വിളക്ക്, നിന്റെ ഊടുവഴികൾക്ക് പ്രകാശമാണ് ദൈവവചനം. വചനമെന്ന് പറയുന്നത് പാദത്തിന് വിളക്കാണ്. നമ്മൾ ഒഴിഞ്ഞിരുന്ന് ദൈവവചനം വായിക്കണം. സമയം കിട്ടുമ്പോഴേ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. മംഗളം, മനോരമ, മാമാമ ഒന്ന് വായിക്കുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് ദൈവവചനം വായിക്കുന്നത്. ഇവിടെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, ദൈവവചനം പാദത്തിന് വിളക്കാണ്. സദൃശവാക്യം 16:12 പറയുന്നുണ്ട് ദൈവവചനം സൗഖ്യദായകമാണ്. വീണ്ടും പറയുന്നുണ്ട്, സമയം ചുരുങ്ങുകൊണ്ട് ഞാൻ പെട്ടെന്ന് വായിച്ചു പോവാം. 119:103 പറയുന്നുണ്ട് അത് മധുരമാണ്, കയ്പല്ല. വീണ്ടും പറയുന്നുണ്ട് യെരമ്യാപ്രവചനം 23:23 പറയുന്നുണ്ട് അത് അഗ്നിയാണ്. യെരമ്യാപ്രവചനം 23:29 വായിച്ച് അവിടെ പറയുന്നുണ്ട് എന്താണ്? ദൈവവചനമെന്ന് പറയുന്നത് അഗ്നി പോലെയും തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അത്ര, അല്ലേ? എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണ്. അപ്പം ദൈവവചനമെന്ന് പറയാൻ അഗ്നിയാണ്, ദഹിപ്പിക്കുന്നതാണ്, പ്രകാശം തരുന്നതാണ്, പ്രയോജനമുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പല ബന്ധനങ്ങളെ തകർക്കുന്ന ചുറ്റികയാണ്. വീണ്ടും എന്താണെന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 15:3 അവിടെയും പറയുന്നുണ്ട് ദൈവവചനം നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്.
അശുദ്ധിയിൽ നിന്ന് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ദൈവവചനം ചെയ്യുന്നത്. നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കുക. അതുകൊണ്ടാണ് ദൈവ ആരാധനയിൽ നാം പറയുന്നുണ്ട്, കുർബാന തുടങ്ങുമ്പോൾ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവം പരിശുദ്ധനാകുന്നു, അശുദ്ധിയില്ലാത്തവനാണ്. നമ്മൾ അശുദ്ധിയുള്ളവരാണ്, നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ് ദൈവവചനം. അതുപോലെ ദൈവമേ നീ ബലവാനെ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനായ ദൈവമാണ്, നീ ബലവാനാണ്, ഞാൻ ബലമില്ലാത്തവനാണ്. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകും. എനിക്ക് മരണമുണ്ട്, നീ മരണത്തെ ജയിച്ചവനാണ്, നീ പരിശുദ്ധനാകും. അശുദ്ധിയെ വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 15:3. നിങ്ങളെ ശുദ്ധീകരിക്കുന്ന വചനമാണ്. വീണ്ടും നമുക്ക് നോക്കാം, യെരമ്യാ പ്രവചനം 15:13 പറയുന്നുണ്ട്, അവിടെ ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് ഭക്ഷണമാണ്. പരിമല തിരുമേനിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, ശാരീരികമായ ഭക്ഷണം പലപ്പോഴും ഒഴിവാക്കി ആത്മീയമായ ഭക്ഷണമായ വചനമാണ് ധ്യാനിച്ചുകൊണ്ടിരുന്നത്. തിരുമേനിക്ക് കിട്ടിയതായ ആത്മീയമായ ദർശനം ദൈവവചനത്തിൻ്റെ വായനയിൽ കൂടെയും ധ്യാനത്തിൽ കൂടെയും ജാഗരണത്തിൽ കൂടെയുമാണ് തിരുമേനിക്കത് ലഭ്യമായത്. പിന്നീട് വിശുദ്ധ കുർബാനാനുഭവത്തിൽ കൂടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഭക്ഷണമായി അനുഭവിച്ച് അവൻ ശക്തി പ്രാപിച്ചു. ദൈവവചനം പറയുന്നുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ദർ ഇസ് എ ഫെലോഷിപ്പ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ. ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ ഒരു കൂട്ടായ്മയുടെ അനുഭവമാണ് വിശുദ്ധ കുർബാനാനുഭവം എന്ന് പറയുന്നത്. അവന് എൻ്റെ ശരീരം ഭക്ഷിച്ചവൻ മരിക്കുന്നില്ലേ, മരിച്ചാലും ജീവിക്കും. അതുകൊണ്ട് പരിമല തിരുമേനി ഇന്ന് ജീവിക്കുകയാണ്, ശരീരപ്രകാരമല്ല, അനേകരിൽ ജീവിക്കുകയാണ്. അനേകരിൽ ഇന്ന് ജീവിക്കുന്നതിൻ്റെ കാരണം, താൻ ജീവിച്ചപ്പോൾ ശരീരത്തിന് വേണ്ടി മാത്രമല്ല ജീവിച്ചത്. നമ്മളൊക്കെ തിന്നാൻ വേണ്ടി ജീവിക്കുക. പരിമല തിരുമേനി ജീവിക്കാൻ വേണ്ടി മാത്രം അല്പം മാത്രം കഴിച്ചു, അല്പാഹാരം. അതുകൊണ്ട് ദൈവീകമായ കൃപകൾ ലഭിക്കുവാൻ നമ്മുടെ ചിന്ത ഇതാണ്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ ദൈവത്തിൻ്റെ മനുഷ്യനാകണം, ദൈവമനുഷ്യനായി തീരണം. അതാണ് പരിമല തിരുമേനി ദൈവമനുഷ്യനായി. ഇന്ന് അനേകർക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവിടെ ഈ ദേവാലയത്തിൻ്റെ വടക്ക് കവറടങ്ങിയിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പെരുന്നാൾ എവിടെയെല്ലാം കൊണ്ടാടപ്പെടും, എവിടെയെല്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു വാക്ക് മാത്രമേ പറയുന്നത്, പരിമല തിരുമേനി, പരിമല തിരുമേനി എന്നാണ്. സുമാർ അഴീക്കോടിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പരിമല തിരുമേനിയല്ല, പരിമള തിരുമേനിയാണ്. അനേകർക്ക് പരിമളം പരത്തിക്കൊണ്ടിരിക്കുന്ന വലിയ സുഗന്ധവാഹിയാണ്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഇവിടെ പറയുകയാണ്, ദൈവവചനം ഭക്ഷണമായി ജീവിച്ചു. പിന്നീട് പറയുന്നത് വെളിപാട് പുസ്തകം 1:3 അന്ന് വായിച്ചു. ദൈവവചനം എന്താണെന്നുള്ളത് അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപാട് പുസ്തകം 1:3. അതാണ് പരിമല തിരുമേനിക്ക് അനുഭവം കൂടുതൽ കിട്ടുന്നത്. അവിടെ പറയുകയാണ്, ഈ പ്രവചനത്തിലെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും ഇതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. മനസ്സിലായോ? ദൈവവചനം വായിക്കുന്നവൻ ഭാഗ്യവാനാണ്, ദൈവവചനം കേൾക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, അത് പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. നമ്മൾ ഭാഗ്യവാന്മാരാകണമെങ്കിൽ എന്തു വേണം? ദൈവവചനം വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അവിടെ വളരെ ഇതായിട്ട് പറയുന്നുണ്ട്, 31 മുതൽ 32 വാക്യം യോഹന്നാന്റെ സുവിശേഷം. ഞാനിത് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കണം. നമുക്ക് മറ്റു പലതും വായിക്കുവാൻ ഇന്ന് വലിയ താല്പര്യമാണ്, അല്ലേ? ഇന്ന് പലരോടും ചോദിച്ചാൽ പത്രം പോലും വായിക്കാൻ സമയം കിട്ടുന്നില്ല. കാരണം ടി വിയുടെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്തിനാച്ചാ പത്രം വായിക്കുന്നത്? എന്തെല്ലാം വേണേ കാണാം, കേൾക്കാം, കണ്ടാസ്വദിക്കാം. അതിങ്ങനെ ചാനൽ ഞെക്കി 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 മാറ്റി മാറ്റി മാറ്റി. ചില അമ്മച്ചിമാർ ഇതൊന്ന് കാണാം, വാർത്തയെങ്കിലും കാണാം, നല്ല കാര്യം കേൾക്കാമെന്ന് വിചാരിച്ചിരുന്നാൽ കുഞ്ഞുങ്ങൾ സമ്മതിക്കത്തില്ല, അല്ലേ? വഴക്കുണ്ടാകും. ഇവിടെ ഞാൻ പത്രത്തിൽ നിങ്ങൾ വായിച്ച് കാണും, 2 സഹോദരികൾ തമ്മിൽ
TV കാണുന്നതിന് ചാനൽ മാറ്റിയതിൽ അവർ തമ്മിൽ മത്സരമുണ്ടായി, ഒരുത്തിയെ മറ്റുള്ള ഞെക്കിക്കൊന്നു. ചാനൽ മാറ്റിയതാ കാര്യം. ഒരു കാര്യം കാണാൻ ആരും സമ്മതിക്കത്തില്ല. ഒന്ന് സ്ഥിരമായിട്ട് വെക്ക്, അതുപോലും കാണാൻ സാധിക്കില്ല. പത്രം വായിക്കാൻ സമയമില്ല, ദൈവവചനം വായിക്കാൻ സമയമില്ല. ഇവിടെ പറയുകയായിരുന്നല്ലോ, ദൈവവചനം വായിക്കുന്നവനും അത് വായിച്ച് കേൾക്കുന്നവനും അത് അനുഷ്ഠിക്കുന്നവനും ഭാഗ്യവാനാണ്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 8:31 പറയുകയാണ്, വായിക്കാം: എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കിയും. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കണം. വചനം കേൾക്കുക മാത്രമല്ല, സ്ഥിരമായി നിൽപ്പാൻ. നമ്മൾ പൗലോസ്ലീഹ എന്നുള്ള പാട്ട് പാടുമ്പോൾ പറയുന്നുള്ളൂ, സ്ഥിരമായി നിൽക്കുന്നവൻ ഭാഗ്യവാൻ. അത് നിങ്ങൾ സ്ഥിരമായി നിൽക്കുകയും നിങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെ നിലനിൽക്കുന്നുവെങ്കിൽ എൻ്റെ ശിഷ്യന്മാരാണ്. നിങ്ങൾക്ക് സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നമ്മുടെ ചിന്ത ഇതായിരുന്നല്ലോ, നമ്മൾ ദൈവവചനത്തിൽ വായിച്ച് ധ്യാനിച്ച് നിലനിൽക്കണം. അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് കൃപകൾ ലഭിക്കും. ഒന്ന്, വൃഥാലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കുക. ഒഴിഞ്ഞിരിക്കുന്നത് ലൂസ് സ്റ്റോക്കിൽ നിന്ന് മാറി നാം ദൈവവചനത്തിൽ നിലനിൽക്കണം. രണ്ടാമതായിട്ട് നമുക്ക് നോക്കാം, നിങ്ങൾ ഏതിലായിരിക്കണം? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഭക്തിയെ പിന്തുടരുക, ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യസിക്കുക. എന്താണ്? 1 തീമോത്തിയോസ് 4 അധ്യായം അതിൻ്റെ 7-8 വാക്യം. 4 അധ്യായം 7-8 വാക്യം. അവിടെ പറയുന്ന ഇതാണ്, 4 അധ്യായം 7 വാക്യം. അതിങ്ങനെയാണ്: ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിവാക്കി ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. നമ്മൾ മുമ്പേ പറഞ്ഞുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ന് കിഴവിക്കഥകളാണ്. നമുക്കറിയാം, ഏത് നോവൽ വായിച്ചാലും ഏത് സിനിമ കണ്ടാലും ഏത് സീരിയൽ കണ്ടാലും കഥ ഒന്നാണ്. അതിനകത്ത് നായകനും നായികയും മാറുന്നു. അടിയിടി എല്ലാത്തിലും ഉണ്ട്, എല്ലാത്തിലും പ്രേമമുണ്ട്, എല്ലാത്തിലും ഒളിച്ചോട്ടമുണ്ട്, എല്ലാത്തിലും കുളിയുണ്ട്, എല്ലാത്തിലും ഒന്നിക്കുന്നുണ്ട്. ഏതെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായുണ്ടോ? ഇടിക്കുന്നത് മൂക്കിനാണെങ്കിൽ വേറൊരിടത്ത് ഇടിക്കുന്നത് ദേഹത്തായിരിക്കും. ഇതുകൊണ്ടാണ് അവിടെ പറയുന്നുണ്ട്, എന്താണ്? ദൈവഭക്തിക്ക് തക്കവണ്ണം ഉള്ളതിന് നിങ്ങൾ കീഴ്പ്പെട്ട് അഭ്യാസം ചെയ്യുക. ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ, ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കും, അല്ലേ? ഒരുപാട് കഥകൾ കേൾക്കും. ഈ കഥകൾ വല്ലതും വാസ്തവമാണോ? എല്ലാം ഒരു കലാകാരൻ്റെ, ഒരു എഴുത്തുകാരൻ്റെ ഭാവനയിൽ നിന്ന് ഉദിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ദൈവവചനമെന്ന് പറയുന്നത് 1600 വർഷങ്ങൾ കൊണ്ട് 40-ലധികം എഴുത്തുകാരാൽ ദൈവാത്മ പ്രേരിതമായി ഒരേ സമയത്ത് ഒരേ ആത്മാവിൽ പല സമയങ്ങളിലായി ദൈവിക ദർശനം കിട്ടിയതായ വാക്യങ്ങളാണ് ദൈവവചനത്തിലുള്ളത്. യിരെമ്യാപ്രവചനം എടുത്താൽ, എനിക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, യെശയ്യാപ്രവചനം എടുത്താൽ, എനിക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, വെളിപാട് പുസ്തകം എടുത്താൽ, പത്മോസ് തീയിൽ വെച്ച് യോഹന്നാന് ദർശനം ഉണ്ടായതെന്തെന്നാൽ, എല്ലാം ദൈവത്തിൻ്റെതായ ദർശനങ്ങൾ, ദൈവത്തിൻ്റെതായ അരുളപ്പാടുകൾ, ദൈവത്തിൻ്റെതായ വചനങ്ങൾ, അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഭക്തി വിരുദ്ധമായ കിഴവിക്കഥകളെ നമ്മൾ ഒഴിവാക്കണം. നമ്മൾ എന്തിനു വേണം? ടു എഡ്യൂക്കേറ്റ് അവേഴ്സസ്. നമ്മെ തന്നെ നാം അഭ്യാസനം ചെയ്യണം. വിദ്യാഭ്യാസം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. വിദ്യ അഭ്യസിക്കുക ഇന്ന് നടക്കുന്നുണ്ടോ? ഇന്ന് പല അഭ്യാസങ്ങൾ കിട്ടുന്നുണ്ട്, അല്ലേ? 13 വയസ്സുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി
അഭ്യസിച്ചത് കൂട്ടുകാരിൽ നിന്ന് എത്രമാത്രം ആൽക്കഹോൾ അകത്താക്കണമെന്നുള്ളതാണ്. അവന് ബിവറേജസ് കോർപ്പറേഷൻ്റെ ക്യൂവിൽ പോയി നിന്ന സന്ദർഭത്തിൽ സമീപത്തുള്ള ഒരാൾ വന്ന് ചോദിച്ചു, നീ എന്തിനാ ക്യൂ നിൽക്കുന്നത്? അവൻ ആദ്യം ഒരു ലജ്ജയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാനും ഇയാൾ വാങ്ങിക്കുന്ന കാര്യം വാങ്ങിക്കാനാണെന്ന്. ധൈര്യം കിട്ടിയിട്ട് അപ്പോൾ പറഞ്ഞു, 18 വയസ്സ് തികഞ്ഞവർക്ക് മാത്രമേ ഇപ്പോൾ ഇത് കൊടുക്കത്തുള്ളല്ലോ. അയ്യോ, അപ്പോൾ ഞാൻ ക്യൂവിൽ നിന്ന് വെറുതെ ആകുന്നു. അവൻ നേരെ ഓടി സ്കൂളിൽ ചെന്ന് +2 പഠിക്കുന്നൊരു കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് വന്നു. ഇപ്പോൾ എല്ലാവർക്കും മോട്ടോർ സൈക്കിളുണ്ടല്ലോ. 13 വയസ്സുകാരനും മോട്ടോർ സൈക്കിൾ ഓടിക്കും. അവൻ ചെന്ന് കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് വന്ന്, അവന് ചില നീളവും വണ്ണമൊക്കെ ഉണ്ട്, 18 വയസ്സിൽ കൂടുതലൊക്കെ തോന്നിക്കും. അവർ ഒരു കുപ്പി വാങ്ങിച്ച് അകത്താക്കി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ പോയി മദ്യപിച്ചു. പഠിക്കേണ്ട സമയത്ത് പഠിക്കുന്നില്ല. അവൻ അഭ്യസിച്ചത് എന്താണ്? മദ്യപാനം. വീട്ടിൽ ചെന്നാൽ പഠിക്കാൻ താല്പര്യമില്ല. മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കുകയില്ല, അനുസരിക്കുകയില്ല. അവരോട് എതിർക്കുകയാണ്. ഇപ്പം മാതാപിതാക്കളും പിന്നെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അതിയൊന്നും വഴക്ക് പറയുന്നില്ല. അച്ഛാ, വഴക്ക് പറഞ്ഞാൽ എങ്ങനെ ആകുമ്പോൾ കടുങ്കൈ ചെയ്തു പോകും. ഇപ്പം കടുങ്കൈയാണ് ചെയ്യുന്നത് അല്ലേ? കടുങ്കൈ ചെയ്തു പോകും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വഴക്ക് പറയാനും പേടിയാണ്. അമേരിക്കൻ സംസ്കാരം ഇങ്ങോട്ട് വന്നിരിക്കുക. അവിടെ വഴക്ക് പറയാൻ പാടില്ല, അടിക്കാൻ പാടില്ല. അടിച്ചാൽ ഉടനെ ഒരു നമ്പറുണ്ട്, അത് വിളിച്ചാൽ മതി. അമ്മയും അപ്പനെ അടിക്കും പോലീസ്. മനസ്സിലായോ? പാശ്ചാത്യ സംസ്കാരം നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നപ്പോൾ ഇന്ന് ഈ സംസ്കാരമാണ് നമ്മുടെ ഇടയിൽ കണ്ടുവരുന്നത്. വിദ്യ അഭ്യസിപ്പിക്കേണ്ട അധ്യാപകൻ തന്നെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുന്നുണ്ട്. ഞാനൊരു മാസികയിൽ വായിച്ചതാണ്. ഒരു കടയിൽ ലിക്കർ ഷാപ്പിലേക്ക് അധ്യാപകൻ എഴുത്തു കൊടുത്തയച്ചു, ഇത്ര ഐറ്റം ഒക്കെ കൊടുത്തു വിടണമെന്നും പറഞ്ഞു. കാരണം അധ്യാപകന് നേരിട്ട് പോയി വാങ്ങിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഈ കുട്ടിയുടെ കയ്യിൽ കുറിപ്പ് കൊടുത്തയച്ചു. പരിചയമുള്ള ജോലിക്കാരനായതുകൊണ്ട് കൊടുത്തയച്ചു. അപ്പോൾ എന്താ അവനെ പഠിപ്പിച്ചത്? അധ്യാപകൻ എന്താ കുഞ്ഞിനെ പഠിപ്പിച്ചത്? ഒന്നിലധികം കുപ്പികൾ പോയി വാങ്ങിക്കണം. അവനെ ഒരു മെസ്സഞ്ചറായിട്ട് അയക്കുക വിദ്യാർത്ഥി. അപ്പോൾ അധ്യാപകൻ അവൻ്റെ നേരെ നിന്ന് വല്ലതും പറയുവാൻ സാധിക്കും. അഭ്യാസം ഇന്ന് മാറിക്കൊണ്ടിരിക്കുക, അഭ്യാസ രംഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പത്രത്തിൽ വായിക്കുന്നുണ്ടല്ലോ, കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കാൻ ഇന്ന് മാതാപിതാക്കൾക്ക് പേടിയാണ്. കാരണം 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ അധ്യാപകർ ഇന്ന് അവരെ പീഡിപ്പിക്കാതെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നുണ്ട്. ഞാനങ്ങ് പച്ച മലയാളത്തിൽ പറയാം. ഇപ്പോൾ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാലുള്ള അർത്ഥം എന്താണ് എല്ലാവർക്കും അറിയാം. കർത്താവിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അർത്ഥം വേറെയാണ്. കർത്താവിനെ യഹൂദന്മാർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അർത്ഥം അതൊക്കെ മാറിപ്പോയി. അപ്പം അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ഇന്ന് അയക്കാൻ മാതാപിതാക്കൾക്ക് പേടിയാണ്. പത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കുന്ന അധ്യാപകർ, സഹ അധ്യാപകരെ പീഡിപ്പിക്കുന്ന അധ്യാപകർ. എന്തിനു പറയുന്നു? സമൂഹത്തിലെ അഭ്യാസങ്ങൾ ഇന്ന് പലതാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ മാറി. പണ്ട് എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുമായിരുന്നു, ഇപ്പോൾ എല്ലാം പോയി. ഇപ്പോഴും ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ദൈവഭക്തിയെ പിന്തുടരുകയും ഭക്തിക്ക് തക്കവണ്ണമുള്ള കാര്യങ്ങൾ അഭ്യസിക്കുകയും ചെയ്യണം. ടു എഡ്യൂക്കേറ്റ് അവേഴ്സൽസ്, നമ്മെ തന്നെ. ഞാൻ പറഞ്ഞത് ആരാധനയിൽ കൂടെയുള്ള സന്തോഷം. ആരാധനയിൽ നാം സംബന്ധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ദൈവവചനത്തിൽ പരിശുദ്ധനായ പരിമല തിരുമേനി ആർജിച്ചതാണ്. ആരാധനയിൽ കൂടെ കിട്ടുന്നതായ അനുഗ്രഹം, ആരാധനയിൽ കേന്ദ്രീകരിക്കുന്ന അന്വേഷണ ശൈലി. നമുക്കറിയാം, അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിപ്പാനായിട്ട് കൊണ്ടുപോയി. എവിടേക്കാണ് കൊണ്ടുപോയി? മോറിയ മലയിൽ എന്ന് നാം വിശ്വസിക്കുന്നു. അവിടേക്ക് കൊണ്ടുപോയി. അപ്പോൾ കുഞ്ഞിതെല്ലാം മുറകളെല്ലാം ഒരുക്കി. അവൻ ചോദിക്കുന്നുണ്ട്, അപ്പ എല്ലാം ഉണ്ട്, യാഗത്തിനുള്ള ആടെന്തെന്ന് ചോദിക്കും. അപ്പോൾ എന്തോ പറഞ്ഞു അബ്രഹാം? എന്തോ പറഞ്ഞു? യഹോവ കരുതിക്കൊള്ളു, യഹോവ കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞു. ആരാധനയിൽ കൂടെ ദൈവശബ്ദം കേട്ട അബ്രഹാം മല കയറി. ഞാൻ ആ മലയിൽ പോയതാ. അവിടുന്ന് യെരുശലേം ദേവാലയം നിൽക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. അബ്രഹാം
ഇസാക്കിനെ ബലി കഴിച്ച സ്ഥലം. മുസ്ലിങ്ങൾ പറയും ഇസ്മായിലിനെ ബലി കഴിച്ച സ്ഥലമാണെന്ന് പറയും. അവിടെയാണ് ഇന്ന് കാണുന്ന യെരുശലേം ദേവാലയം നിൽക്കുന്ന സ്ഥലം. ഉയർത്തലാണ്, ഡോം ഓഫ് ദ ആർക്ക് എന്ന് പറയും. അവിടെ ഇവരിങ്ങനെ മല കയറി ചെന്നു, യാഗപീഠം ഒരുക്കി. ദൈവശബ്ദം കേട്ടാൽ രണ്ടാമത് വേണ്ടത്, ഒന്ന് ഞാൻ പറഞ്ഞു, ദൈവവചനം നമ്മൾ കേൾക്കണം, വായിക്കണം, ദൈവശബ്ദം കേൾക്കണം. രണ്ടാമത് ഞാൻ പറയുന്നത് ദൈവശബ്ദം കേൾക്കുക മാത്രമല്ല, അതനുസരിച്ച് നാം പ്രവർത്തിക്കണം. യാഗപീഠം അബ്രഹാം പണിതു അല്ലേ? എന്നിട്ടോ അവിടെ ബലി കഴിക്കുവാൻ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ ദൈവശബ്ദം വീണ്ടും കേൾക്കുക. എന്താണ് പറയുന്നു? ബാലന്റെ മേൽ കൈവയ്ക്കരുത്. അബ്രഹാമിന് കേട്ട ദൈവശബ്ദം അനുസരിച്ച് യാഗപീഠം പണിയുവാൻ പോയി. യാഗപീഠം പണിതു, ബലി കഴിക്കുവാനായിട്ട് ഒരുങ്ങി. ബലിയുടെ പൂർണ്ണ സമർപ്പണത്തോടുകൂടെ തൻ്റെ മകനെ ബലി കഴിക്കുക. ഇതിൽ വലിയൊരു ബലിയുണ്ടോ? നമ്മളെ കുർബാനയിൽ ചൊല്ലുന്നുണ്ടല്ലോ അല്ലേ? അബ്രഹാമിൻ്റെ ബലിയെക്കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ട്, ഇസ്ഹാക്കിൻ്റെ ബലിയെക്കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ട്. അവിടെ ദൈവശബ്ദം കേട്ട് അപ്പോൾ പൂർണ്ണമായ സമർപ്പണം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ദൈവം അവിടെ വീണ്ടും പ്രവർത്തിക്കണം. ആരാധനയിൽ കേന്ദ്രീകരിക്കുന്ന അന്വേഷണ ശൈലി. ദൈവശബ്ദം കേൾക്കുക മാത്രമല്ല, അവിടെ ബലിപീഠം പണിതു. ബലിപീഠവുമായി ബന്ധപ്പെടണം. ആ ബലിപീഠത്തിൽ അപ്പോൾ ദൈവവചനം കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ അതിശയം ദൈവം പ്രവർത്തിക്കുകയാണ്. ലിറ്റർജി ഓഫ് ദ വേർഡ്, ആരാധനയാണ്. നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ കേൾക്കുന്ന ദൈവവചനമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഓർത്തഡോക്സ് സഭയ്ക്ക്, പൗരസ്ത്യ സഭകൾക്ക് രണ്ട് ബലിപീഠങ്ങളുണ്ട്. ഒന്ന് ത്രോണോസ്, ദ ത്രോൺ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സിംഹാസനം. മറ്റൊന്ന് വിശുദ്ധ ഏവൻഗേലിയോൻ, ദൈവത്തിൻ്റെ വചനം, നല്ല വാർത്ത, ഗുഡ് ന്യൂസ്, സുവിശേഷം. ഒന്ന് അവതരിച്ച വചനവും മറ്റേത് അരുൾ ചെയ്തതായ വചനവും. ഇതിനെ രണ്ടിനെയും നാം ബഹുമാനിക്കുന്നുണ്ട്. രണ്ടിടത്തും മെഴുകിൽ വെച്ച് അതിനെ നാം, ഇവിടെ ശുശ്രൂഷക്കാരൻ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവവചനം ശ്രദ്ധയോടുകൂടെ കേൾക്കണം. അതാണ് നമ്മൾ കേൾക്കുന്നത്. അത് കേൾക്കുക മാത്രമല്ല, ലിറ്റർജി ഓഫ് ദ വേർഡ്, അതോടൊപ്പം തന്നെ ലിറ്റർജി ഓഫ് ദ ബ്രെഡ്, അപ്പത്തിൻ്റെ ആരാധന. അതാണവിടെ. അബ്രഹാം അവിടെ ബലി കഴിക്കുവാനായിട്ട് പൂർണ്ണ സമർപ്പണത്തോടെ ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ അത്ഭുതം ദൈവം പ്രവർത്തിച്ചു. എന്ത്? തൻ്റെ മകനെ ആ യാഗവസ്തുവായിരുന്നതിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം, പകരം ഒരു കുഞ്ഞാടിനെ അവിടെ ഒരുക്കുന്നതായ ദൈവം. അതുകൊണ്ട് നമുക്ക് ലഭിച്ചതായ കൃപകൾക്കനുസരിച്ച് നാം പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞത് അഭ്യസനത്തെക്കുറിച്ചാണ്. അഭ്യസനം എങ്ങനെയായിരിക്കണം? ദൈവിക വചനങ്ങളിൽ കൂടെ നമ്മൾ അഭ്യസിക്കണം. ദൈവവചനം കേട്ട് അഭ്യസിക്കണം. പരിശുദ്ധനായ പരിമല തിരുമേനിക്കുണ്ടായിരുന്ന വലിയൊരു കാര്യം അതാണ്. ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിവാക്കി പിന്നെയോ ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. അങ്ങനെയാണെങ്കിലോ ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവൻ്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്തമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. ഇത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം. അതിനായിട്ടല്ലോ നാം തന്നെ സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിച്ച് അധ്വാനിച്ചും പോരാടിയും വരുന്നു. വളരെ മർമ്മങ്ങളാണ് അവിടെ പറയുന്നത്. നമ്മൾ അഭ്യസിക്കണം, നല്ല കാര്യങ്ങളെ അഭ്യസിക്കണം. ഒരു പാട്ടുകാരൻ ഇങ്ങനെ രേഖപ്പെടുത്തിയത് എൻ്റെ ഓർമ്മയിൽ വരുന്നു. രണ്ട് കാര്യങ്ങളാണ്. ദൈവം വെറുക്കാതിരിക്കണമെങ്കിൽ നീ ദൈവവചനം പഠിച്ചിടണം. ഒന്നാമത്തെ കാര്യം. ദൈവം വെറുക്കാതിരിക്കണമെങ്കിൽ നീ ദൈവവചനം അനുഷ്ഠിക്കണം. ഞാൻ പറഞ്ഞത്, ഒന്ന് അഭ്യസിക്കണം, പഠിക്കണം, ദൈവവചനം പഠിക്കണം. രണ്ട്, അത് അനുഷ്ഠിക്കണം. പരിശുദ്ധ പരിമല തിരുമേനിക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആരും കണ്ടിട്ടില്ല, പക്ഷെ എന്നാൽ ഇന്നും കാണുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങൾ പുസ്തകമായി നമുക്ക് വായിക്കുവാൻ കിട്ടുമ്പോൾ, അദ്ദേഹത്തിൻ്റെ യെരൂശലേം യാത്രാ പുസ്തകം വായിക്കുമ്പോൾ നാം ഓരോരുത്തരും യെരൂശലേമിൽ വിശുദ്ധനാട് പോയി സന്ദർശിച്ച അനുഭവം തന്നെ നമുക്കുണ്ടാകുകയാണ്.
അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1000 അല്ല 50,000 മുടക്കിയാലും നിങ്ങൾ ആ വിശുദ്ധ സ്ഥലങ്ങൾ പോയി കാണണം. ദൈവം വെച്ച് 2 പ്രാവശ്യം എനിക്ക് പോയി കാണുവാനുള്ള ഭാഗ്യം കിട്ടി. അത് അദ്ദേഹം എഴുതിയിരിക്കുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തു ജനിച്ചു വളർന്ന് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഉയരത്തിലേക്ക് പോയ പാദസ്പർശനം പോലും ഒരു മലയിൽ കാണുവാനായിട്ട് സാധിക്കും. അദ്ദേഹം ദൈവവചനം പഠിച്ചു, അത് ധ്യാനിച്ചു, അത് അനുഷ്ഠിച്ചു. അതുകൊണ്ടാണ് എബ്രായലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അങ്ങനെയുള്ള വിശുദ്ധന്മാരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം നിങ്ങൾ അനുകരിപ്പീൻ. അതാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂന്നാമതായിട്ട് തീത്തോസിൻ്റെ പുസ്തകം, അതിൽ 3-ാമത്തെ വാക്യം. ഒന്നാം അധ്യായം 3-ാമത്തെ വാക്യം. അത് തന്നെ ഞാൻ വായിക്കാം. ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. തൻ്റെ വൃതന്മാരുടെ വിശ്വാസത്തിനും ഭക്തിക്കനുസാരമായ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനുമായി ദൈവത്തിൻ്റെ ദാസൻ. അവിടെ പറയുകയാണ് തൻ്റെ വ്രതന്മാരുടെ. ആരാ വ്രതന്മാർ? വ്രതമെടുക്കുന്നവരാണ് വ്രതന്മാർ. വ്രതം എന്താണ്? ചില ചിട്ടവട്ടങ്ങൾ, നോമ്പ് അതിനകത്ത് വരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വ്രതാനുഷ്ഠാനത്തോടുകൂടെ തീർത്ഥയാത്രയ്ക്കായിട്ട് വരണം. ഇന്നത്തെ തീർത്ഥയാത്ര എന്ന് പറഞ്ഞാൽ തീർത്ഥയാത്രയാണ് അല്ലേ? എല്ലാവരും ഇവിടെ നിന്നെല്ലാം ആളുകൾ വരുന്നുണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. പള്ളിയിൽ നിന്ന് ഇറങ്ങപ്പോൾ തൊട്ടേ കഴിച്ചോണ്ടാ തീറ്റയും കൂടി മതി എന്ന് പറയും. എല്ലാവരും കൊടുക്കുക. കാരണം എന്താണെന്നറിയാമോ? പരിമള തിരുമേനിയുടെ അനുഗ്രഹങ്ങൾ കിട്ടിയവരൊക്കെ അവർക്ക് കിട്ടിയതിൽ ഈ നടന്നു പോകുന്ന ക്ഷീണിച്ചു പോകുന്ന ആളുകൾ ക്ഷീണിക്കാതിരിക്കാൻ കുടിക്കാൻ വെള്ളം കൊടുക്കും, കാപ്പി കൊടുക്കും, മാങ്ങ ജ്യൂസ് കൊടുക്കും, തൈര് കൊടുക്കും, മോര് കൊടുക്കും, പാല് കൊടുക്കും, എന്തൊക്കെയാണ് കൊടുക്കുന്നത് എല്ലാം കൊടുക്കും. അവിടം തൊട്ട് ഇങ്ങ് വരെയും തീറ്റയാ. ക്ഷീണിച്ചു പോകരുത് വിചാരിച്ച് ഓരോരുത്തർ കൊടുക്കുക, കഴിക്കാൻ ധാരാളം കൊടുക്കും. ഇവിടെ പറയുകയാണ് തൻ്റെ വ്രതന്മാരുടെ വിശ്വാസത്തിന് അടിവരയിടണം, ഭക്തിക്ക് അനുസാരമായ സത്യത്തിൻ്റെ പരിജ്ഞാനം. ഭക്തി അവിടെയും പറയുന്നത്. ഇവിടെ പരിമള തിരുമേനിയെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ദൈവഭക്തിയോടുകൂടെ ജീവിക്കുക എന്നുള്ളതാണ്. അതിൽ തീത്തോസിൻ്റെ പുസ്തകം 2:13 എടുത്തി അവിടെ പറയുന്നുണ്ട്. ഞാൻ വായിക്കാം. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട്, അതാണ് വ്രതമെന്ന് പറയുന്നത്, വർജിച്ചിട്ട് നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു വരണം. എങ്ങനെയാണെന്ന് പറയണം. ഭക്തിയെക്കുറിച്ച് പറയുന്നു. ആരാ ഭക്തൻ? കഴിഞ്ഞ മാസത്തിലെ ധ്യാനത്തിൽ ഞാനത് പറഞ്ഞു. ഭക്തൻ എന്ന് പറഞ്ഞാൽ ടു റിലവൻ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവവുമായിട്ട് വിശ്വസ്തമായ ക്ലോസ് അറ്റാച്ച്മെൻ്റ് എന്നാണ് പറയുന്നത്. അടുത്ത ബന്ധം നിലനിർത്തുന്ന. അതുകൊണ്ടാണ് തിരുമേനി അവിടെ ലെഗിയോൻ എന്ന് പറയുന്നുണ്ട്. ലെഗിയോനെ ശാസിച്ചു. ലെഗിയോൻ സാത്താൻ, അവൻ ഓടിപ്പോയി. ഭൂതം ബാധിച്ചു കൊണ്ടുവന്ന ആളുകളെ അദ്ദേഹം കൈവെക്കുമ്പോൾ ഓടിപ്പോകും. പലരും ഇവിടെ കടന്നു വന്ന് ഖബറിൻ്റെ അവിടെ വരുമ്പോൾ ചിലർക്കൊക്കെ ഇളക്കമുണ്ടാകും. അതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഓടിപ്പോകും. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവവുമായിട്ട് അഭേദ്യമായ പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ്, പേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തിപരമായ ബന്ധം, വ്യക്തിപരമായ അടുപ്പം, അത് രണ്ടും ഉള്ളവർക്ക് ഇത് കിട്ടും. നമ്മളൊരു സ്വിച്ച് വെച്ചിരിക്കുന്നത് പോയി ഇടുമ്പോൾ ലൈറ്റ് കത്തും, ഫാൻ കറങ്ങും. എന്താ കാര്യം? ആ സ്വിച്ചും ഈ ഫാനും ലൈറ്റുമായിട്ട് ബന്ധമുണ്ട്. നമ്മളത് കാണുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ ഒരു സ്വിച്ച് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഭിത്തിക്കകത്തൂടെ കൺസീൽഡ് വയറിങ് മുകളിലോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണത് ഇലക്ട്രിസിറ്റി കൂടെ ഉള്ളത് കൊണ്ടാണ് അത് കത്തുന്നതും ഫാൻ കറങ്ങുന്നതും ഒക്കെ ചെയ്യുന്നു. ഇവിടെ പറയുന്നത് ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം ഉണ്ടാകണം.
അവിടെ വീണ്ടും പറയുകയാണ്, നിങ്ങൾ എങ്ങനെയായിരിക്കണം? ഭക്തികേട് മാറ്റണം, പ്രപഞ്ചമോഹങ്ങളെ മാറ്റണം, വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കണം. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്. സമയം കടന്നു പോകുന്നുവല്ലോ. ഒന്നാമതായിട്ട് പറഞ്ഞത് ടു അവോയ്ഡ് സംതിങ്, നമ്മൾ ചില കാര്യങ്ങൾ ഒഴിവാക്കുക. എന്താണെന്ന് പറയുന്നുണ്ട്. ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങൾ, വൃഥാ സംഭാഷണങ്ങൾ. ഒരു വലിയൊരു ഓഫീസിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്നതുകൊണ്ട് ഒരു ബോർഡ്, ദയവ് ചെയ്ത് സന്നിഹിതനല്ലാത്ത ആളിനെക്കുറിച്ച് അഭിപ്രായം പറയരുത്. ദയവ് ചെയ്ത് സന്നിഹിതനല്ലാത്ത ആളിനെ കുറിച്ച് സംസാരിക്കും. ആളില്ലേ പിന്നെ എന്തു വേണേലും പറയാം, എങ്ങനെ വേണേലും പറയാം, എന്തും പറയും. നമ്മുടെ ആളുകളല്ലേ, കാക്കയെ ഛർദ്ദിച്ചു വന്നതുപോലെ. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ലൂസ് ടോക്ക് ഒഴിവാക്കണം. അവിടെ പറയുകയാണ് ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെ. പരിമല തിരുമേനിയുടെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ പോലും, പലരും അതിനെക്കുറിച്ച് ചരിത്രങ്ങൾ പരിശോധിച്ച് പഠിച്ചിട്ട് തിരുമേനിയുടെ വായിൽ നിന്ന് ഒരു പാഴ്വാക്ക് പോലും വന്നിട്ടില്ല. ഇന്നത്തെ മന്ത്രിമാരും ഇന്നത്തെ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ MLA-മാരും ചീഫ് വിപ്പും അല്ലാത്ത വിപ്പും എല്ലാം ഇന്ന് പറയുന്നത് എന്താണ്? അവർക്കൊക്കെ തോന്നിയ കാര്യങ്ങളാണ് പറയുന്നത്. ചിലർ ക്ഷമ ചോദിക്കും, ചിലർ ക്ഷമ ചോദിക്കത്തില്ല. അതിൻ്റെ പേരിൽ വാക്കൗട്ട് നടക്കും. അതിൻ്റെ പേരിൽ പാവപ്പെട്ട ജനങ്ങളുടെ കോടിക്കണക്കിന് രൂപ ശമ്പളം പറ്റുന്ന നിയമസാമാജികർ അവിടുന്ന് ചെന്നേറ്റ് പോകും. ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറിപ്പോവുക. കാരണം എന്താണ്? പറഞ്ഞ വാക്കുകളാണ്, പറയരുതാത്ത വാക്കുകൾ പറയുന്നു, അരുതാത്ത പ്രയോഗങ്ങൾ ചെയ്യുന്നു, അരുതാത്ത ആംഗ്യങ്ങൾ കാണിക്കുന്നു, ശരീരഭാഷകളിൽ തന്നെ അശ്ലീലം കലർത്തി പ്രവർത്തിക്കുന്നു. ഇന്നത്തെ സമൂഹത്തിൽ വരുന്ന വലിയ ഒരു നീതി നിഷേധമാണെന്ന് തന്നെ വേണേൽ പറയാം, ഒരു പോരായ്മയാണ്. അതുകൊണ്ടാണ് പരിമല തിരുമേനി അങ്ങനെ ഒരു പാഴ്വാക്ക് തിരുമേനിയുടെ ജീവിതത്തിൽ നിന്നുണ്ടായിട്ടില്ല. കാരണം മിതമായി മാത്രമേ സംസാരിക്കുള്ളായിരുന്നു. അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു, യാമപ്രാർത്ഥനകൾ നടത്തി, അല്ലാതെ പ്രാർത്ഥിച്ചു, അല്ലാതെ വായിച്ചു, അല്ലാതെ ധ്യാനിച്ചു, അല്ലാതെ കിട്ടുന്ന സമയങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അതാണ് അദ്ദേഹത്തിന് വന്ന ഏറ്റവും വലിയ കാര്യം. രണ്ടാമത് ഞാൻ പറഞ്ഞത് ടു എഡ്യൂക്കേറ്റ് അവർസെൽവ്സ്, നമ്മെ തന്നെ ഒന്ന് അഭ്യസിപ്പിക്കുക. എങ്ങനെ വേണമെന്ന് പറയുന്നു? ഭക്തിയെ പിന്തുടരുക, ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യസിക്കുക. മൂന്നാമതായിട്ട് ടു ലീവ്, ജീവിക്കുക. എങ്ങനെ? നല്ലവരായി ജീവിക്കുക. അത് നമ്മൾ കണ്ടു. തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ദൈവഭക്തിയോടുകൂടെ ജീവിക്കുക. അങ്ങനെ ദൈവഭക്തിയോടുകൂടെ ജീവിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. ദൈവസന്നിധിയിൽ അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ധ്യാനത്തിന് പരിശുദ്ധാത്മ പ്രേരിതമായി എന്തെങ്കിലും പറയുവാൻ സാധിച്ചുവെങ്കിൽ ദൈവത്തിൻ്റെ കൃപയായി മാത്രം കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നന്മകളിൽ ദൈവം വളരുവാൻ തക്കവണ്ണം നമ്മെ അഭ്യസിപ്പിക്കട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കട്ടെ. ചീത്ത കാര്യങ്ങൾ ഒഴിഞ്ഞിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. പരിശുദ്ധനായ പരിമല തിരുമേനിയെപ്പോലെ ഭക്തിയുടെ ജീവിതം 116-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. നാം അതുപോലെ വിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിച്ച് കൃപയിൽ നിന്ന് കൃപയിലേക്ക് വളരുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ.